അപ്പൊ നമുക്ക് ആദ്യം ജയരാധ മാധവിൽ തുടങ്ങാം. ജയരാധ മാധവ കുഞ്ച ബിഹാരി, ജയരാധ മാധവ കുഞ്ച ബിഹാരി, ഗോപീജന വല്ലഭ ഗിരിവരധാരി, ജയ ഗോപീജന വല്ലഭ गिरिवरधारी, जय यशोदानन्दन व्रज जनरञ्जन, यशोदानन्दन व्रज जनरञ्जन, यमुनतीरावनचारी, जय राधा माधवा कुञ्ज बिहारी, जय राधा माधवा कुंज बिहारी, जय श्री कृष्ण चैतन्य प्रभु नित्यानंद, श्री अद्वैत गदाधर श्रीवासादि भक्तवृंद, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, जय प्रभुपदा जय प्रभुपदा, प्रभुपदा जय प्रभुपदा, जय जय प्रभुपाद प्रभुपाद जय प्रभुपाद, जय गुरुदेव गुरुदेव गुरुदेव, जय जय गुरुदेव। श्री राधा कृष्ण कन्हैया लाल की जय, श्रील प्रभुपाद की जय, आनंद कोटि वैष्णव वृंद की जय। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं, यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणम्। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ओं विष्णुपदाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन्निति नामिने। नमस्ते सारस्वती देवे गौरवाणि प्रचारिणे, निर्विशेष शून्यवादी पाश्चात्य जय श्री कृष्ण चैतन्य प्रभु नित्यानंद, श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, ഹരേ കൃഷ്ണ. കേൾക്കാമോ പറയുന്നത് നന്നായിട്ട്? കേൾക്കാം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുസ് മാതാജീസ്, പ്ലീസ് accept my humble obeisances, all glories to Srila Prabhupada. അപ്പൊ ഇന്നത്തെ ശ്ലോകം ആ 1:7:57 ആണല്ലേ? ഒന്ന് കൺഫേം ചെയ്യാമോ? 57, 58. ഒന്ന് 7, 57, 58 അല്ലേ? അതെ പ്രഭു, അതെ. ഓക്കെ, അപ്പൊ ഞാൻ ശ്ലോകം ഒന്ന് വായിക്കാം.
വപനം ദ്രവിണാദാനം സ്ഥാനാം നിർയാപണം തഥാ ഏഷ ഹി ബ്രഹ്മബന്ധൂനാം വധോ നാന്യോസ്തി ദൈഹികാഃ. ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കാമോ മലയാളത്തിൽ? എൻ്റെ മലയാളം ബുക്കില്ല. ഹരേ കൃഷ്ണ. മാതാജി ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഞങ്ങളുടെ കയ്യിൽ ഭാഗവതം ബുക്കില്ല മാതാജി. കൃഷ്ണ, ഞാൻ വായിക്കട്ടെ മാതാജി? വായിക്കണം മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. വിവർത്തന. അവന്റെ ശിരസിൽ നിന്നും മുടി ഛേദിക്കുന്നതും അവന്റെ ധനത്തിന്റെ അനുഭവാവകാശം നശിപ്പിക്കുന്നതും ഭവനത്തിൽ നിന്നും ആട്ടിപ്പായിക്കുന്നതും ഒക്കെ ഒരു ബ്രാഹ്മണ ബന്ധുവിനെ നിർദ്ദേശിച്ചിട്ടുള്ള ശിക്ഷകളാണ്. ശരീരത്തെ ഹനിക്കണമെന്ന നിബന്ധന അവിടെ ഇല്ല. അടുത്തതിന്റെ കൂടെ വായിക്കണം മാതാജി. അടുത്ത ശ്ലോകം വായിച്ചിട്ട് വായിച്ചില്ല. ശ്ലോകം വായിച്ചിട്ട് പ്രഭു ശ്ലോകം വായിച്ചിട്ട് മാജി വായിക്കും. ഹരേഷ്. ശ്ലോകം 58. പുത്രശോകാതുരാ സർവേ പാണ്ഡവാഃ സഹ കൃഷ്ണയാ സ്വാനാം മൃതാനാം യത്കൃത്യം നിർഹരണാധികം. വായിക്കണം മാജി. ട്രാൻസ്ലേഷൻ. കൃഷ്ണ. വിവർത്തനം. അനന്തരം ദുഃഖാർത്ഥരായ പാണ്ഡുപുത്രരും ദ്രൗപദിയും അവരുടെ ബന്ധുജനങ്ങളുടെ മൃതശരീരങ്ങൾക്ക് മതാചാരപ്രകാരമുള്ള യഥോചിതമായ കർമാനുഷ്ഠാനങ്ങൾ നടത്തി. ദ്രോണപുത്രൻ ശിക്ഷിക്കപ്പെടുന്നു എന്ന ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം സപ്തമ അധ്യായത്തിന്റെ ഭക്തിവേദാന്ത വ്യാഖ്യാനം പ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പോ ഇത് 7ാമത്തെ ചാപ്റ്ററിന്റെ കൺക്ലൂഷനാണ്. അപ്പോൾ 7ാമത്തെ ചാപ്റ്റർ നമ്മൾ കണ്ടു. ദ്രോണപുത്രൻ, അതായത് അശ്വത്ഥാമാവിനെ എങ്ങനെയാണ് പണിഷ് ചെയ്തത്. അശ്വത്ഥാമാവ് ചെയ്ത കുറ്റം എന്താണ്, അദ്ദേഹം ചെയ്ത ക്രൂരകൃത്യം എന്താണെന്നെല്ലാം നമുക്കറിയാം. മഹാഭാരതത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഭാഗവത്തിൽ ഈ ചാപ്റ്ററിലും ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്. അവസാനം വരുമ്പോൾ ഈ 2 ശ്ലോകം വരുമ്പോൾ അതിന് മുന്നുള്ള 2-3 ശ്ലോകങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം ഇതൊരു ഭയങ്കരമായ ഒരു ഇമോഷണൽ ഔട്ട്ബസ്റ്റ് ആണ്. ഈ ശ്ലോകങ്ങളിൽ അവസാനത്തെ ഒരു 7-8 ശ്ലോകം, ലാസ്റ്റ് 10 ശ്ലോകാസ് ഒരു ഭയങ്കര ഒരു ഇമോഷണൽ ഔട്ട്ബസ്റ്റ് ആണ്. ഒരു ഭയങ്കരമായ സങ്കടം നിറഞ്ഞ ഒരു എപ്പിസോഡാണ് മഹാഭാരതത്തിലെ. അശ്വത്ഥാമാവ് ഈ 5 പുത്രന്മാരെയും വധിക്കുകയും പിന്നീട് ഈ ബ്രഹ്മാസ്ത്രത്തിനെ തിരിച്ച് റിവോക്ക് ചെയ്യാൻ പറ്റാതെ, തിരിച്ച് വിളിക്കാൻ പറ്റാതെ ആ ബ്രഹ്മാസ്ത്രം നേരെ ഉത്തരയുടെ ഗർഭത്തിലേക്ക് പോകും. അത് നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് കാണാം. അപ്പോ എല്ലാ തരത്തിലും പാണ്ഡവരെ കംപ്ലീറ്റ്ലി നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്ത് വളരെ ക്രൂരമായ ഒരു ആക്ടിവിറ്റി, ഒരു ഭയങ്കരമായ ക്രൂരമായ ഒരു ക്രൂരകൃത്യമാണ് അശ്വത്ഥാമാവ് ചെയ്തത്. അപ്പോൾ അതിനെ എങ്ങനെ ശിക്ഷിക്കാം എന്നാണ് കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടത്. അപ്പൊ അതില് നമ്മൾ കണ്ടു അർജുനൻ ദ്രൗപദിയുടെ അടുത്ത് വാക്ക് കൊടുക്കും, ഈ ചെയ്തവനെ ഞാൻ വധിക്കും, കട്ട് ഓഫ് ഹിസ് ഹെഡ്, ഞാൻ അവന്റെ കഴുത്ത് വെട്ടി വധിക്കും എന്ന് വാക്ക് കൊടുത്തിട്ടാണ് പോകുന്നത്. എല്ലാ പാണ്ഡവരും അത്രയും തന്നെ നിരാശരായിരുന്നു, വിഷമം വന്നു, അതിനേക്കാൾ ഉപരി അതീവമായ ദേഷ്യവും ഉണ്ടായിരുന്നു എല്ലാവർക്കും.
ഈ ചെയ്ത ആളിനെ വധിക്കണം. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം വരേണ്ട ആളെന്ന് പറയുന്നത് ഈ 5 മക്കളുടെയും അമ്മയായ ദ്രൗപദിക്കാണ്. പക്ഷേ വളരെ സർപ്രൈസിംഗ്ലി, വളരെ സർപ്രൈസിംഗ്ലി ദ്രൗപദി ഇദ്ദേഹത്തിനെ, അശ്വത്ഥമാവിനെ കൊല്ലണ്ട, അദ്ദേഹത്തിനെ വെറുതെ വിടണം എന്ന് പറയും. അപ്പോ ഇവിടെ നമ്മൾ കാണാൻ പറ്റുന്നത് ഒരു ഡിവോട്ടിയുടെ ട്രൂ നേച്ചറാണ്, ഒരു ഭക്തന്റെ ശരിക്കുള്ള അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയാണ്. ഇനിയൊരു പർപ്പർട്ടിൽ പ്രഭുപാദ് പറയുന്നുണ്ട്, ഒരു ഭക്തൻ എപ്പോഴും ഡിവോഷണൽ സർവീസിലായിരിക്കുമ്പോൾ എപ്പോഴും അദ്ദേഹം ത്രിഗുണങ്ങൾക്ക് അതീതനായിരിക്കും. ബ്രഹ്മഭൂത പ്രസന്നാത്മ ന ശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മത് ഭക്തിയും ലഭതേ പരാം. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തി ലഭിക്കുമ്പോൾ, ബ്രഹ്മഭൂതമായ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒന്നിനെക്കുറിച്ചും വറീഡാവേണ്ട ആവശ്യമില്ല, ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കോൺഷ്യസ്നെസ് എപ്പോഴും ഭഗവാനിൽ അധിഷ്ഠിതമായിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും അദ്ദേഹം ഈ ത്രിഗുണങ്ങളിൽ ഒരു കാരണവശാലും ഇൻവോൾവ് ആവില്ല. അങ്ങനെ വരുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ കാണുന്നതെല്ലാം, ഈ കാണുന്നതിനെ ഒരു ഒരു എന്താ പറയുന്നത്, ഒരു ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയും. അതായത് ഒരു പക്ഷി എങ്ങനെയാണോ ഈ കാര്യങ്ങളെല്ലാം കാണുന്നത്, അതായത് ഒരു 100 അടി പൊക്കത്തിൽ, അല്ലെങ്കിൽ ഒരു 300 അടി പൊക്കത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത്, അതുപോലെ നമ്മൾക്ക് കാര്യങ്ങളെ കാണാൻ പറ്റും. അപ്പോൾ കാര്യങ്ങളെല്ലാം, മെറ്റീരിയൽ പ്രശ്നങ്ങളെല്ലാം വളരെ ചെറുതായിട്ട് തോന്നും. ഒരു എക്സാമ്പിൾ പ്രഭുപാദ് പറയുന്നത്, നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ ബിൽഡിംഗ് എല്ലാം വലിയ ബിൽഡിങ്സ് ആയിട്ട് തോന്നും, അല്ലേ? 10 നില കെട്ടിടം, 20 നില കെട്ടിടം, 50 നില കെട്ടിടം, ഇതെല്ലാം വലിയ ഭയങ്കരമായ ബിൽഡിങ്സ് ആയിട്ട് തോന്നും. പക്ഷേ നമ്മൾ ഒരു എയ്റോപ്ലെയിനിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമുക്ക് ഈ ബിൽഡിങ്സ് എല്ലാം ചെറിയ സ്ട്രക്ചേഴ്സ് ആയിട്ട് തോന്നും, വളരെ ഇൻസിഗ്നിഫിക്കൻറ്റ്, വളരെ നിസ്സാരമായിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിട്ട് തോന്നും. കുറേ മുകളിലേക്ക് പോകുമ്പോഴത്തേന് ഈ സ്ട്രക്ചേഴ്സ് കംപ്ലീറ്റ്ലി അപ്രത്യക്ഷമാവുകയും ചെയ്യും. അതുപോലെയാണ് പ്രഭുപാദ് പറയുന്നത്, ഭക്തി എന്ന് പറയുന്നത് നമ്മൾ അത്രയും ഭക്തിർ പരേശാനുഭവ വിരക്തിർ അന്യത്രശ്ച എന്നാ പറയുന്നത്. ഈ ഭഗവാനിലുള്ള ആ പരേശാനുഭവം നമുക്കുണ്ടാകുമ്പോൾ ഈ വിരക്തി ഓട്ടോമാറ്റിക്കലി നമുക്കുണ്ടാകും. വിരക്തി എന്ന് പറയുമ്പോഴത്തേന് ഒരു ഡിറ്റാച്ച്മെന്റ് ആണ്. നമുക്ക് മറ്റുള്ള എല്ലാ മെറ്റീരിയൽ പാങ്സ് ആൻഡ് മിസറീസ് എന്നുള്ള കംപ്ലീറ്റ് ഡിറ്റാച്ച്മെന്റ് ആണ്. അപ്പോൾ ഇത്രയും വലിയ പ്രശ്നങ്ങൾ നമുക്ക് തോന്നിയിരുന്ന ഈ വലിയ ബിൽഡിങ്സ് നമുക്ക് എന്താവും, ചെറിയ സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറും. അത് വീണ്ടും അഡ്വാൻസ് ആകുമ്പോൾ ഈ കംപ്ലീറ്റ് മിസറീസ് നഷ്ടപ്പെടുന്ന പോലെ നമുക്ക് തോന്നും. അപ്പോൾ ശരിക്കും ഇതൊരു ഡിവോട്ടിയുടെ ക്വാളിറ്റിയാണ്. എന്താണ്? മറ്റുള്ളവരിലേക്ക് ഈ സ്വന്തം ദുഃഖങ്ങളെല്ലാം സ്വന്തം ദുഃഖമല്ലാതെ മാറുകയും മറ്റുള്ളവരിലേക്ക് കമ്പാഷനേറ്റ്, ജീവദയ വലിയ ഒരു ക്വാളിറ്റിയാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് കമ്പാഷൻ ഉണ്ടാവുക വളരെ ക്വാളിറ്റിയാണ്. ആ ഒരു ക്വാളിറ്റിയുടെ എക്സിബിഷൻ, അല്ലെങ്കിൽ ആ ക്വാളിറ്റിയുടെ ഒരു പ്രദർശനമാണ് ദ്രൗപദി കാണിച്ചത്. വൺ തിങ്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ, ചോദിക്കുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ? ഇല്ല പ്രഭു, ലീലമാജി മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യണം, എനിക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല ലീലമാജിയെ. സോറി പ്രഭു, സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. അപ്പോൾ അത് ഒരു ആസ്പെക്ട്.
സെക്കൻഡ് ആസ്പെക്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരു 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 മോറൽ കോൺഫ്ലിക്റ്റ് വേഴ്സസ് എത്തിക്കൽ കോൺഫ്ലിക്റ്റ്. അപ്പം മോറൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ മോറൽ കൺഫ്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും കൃത്യമായിട്ട് അറിയാം ഈ കാര്യം ചെയ്ത ഇത് ശരിയാണ്, ഇത് തെറ്റാണ്. ഫോർ എക്സാമ്പിൾ, മോഷ്ടിക്കുന്നത് തെറ്റാണ് എന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം. അപ്പൊ അതൊരു ഒരു മോറൽ കാര്യമാണ്. അപ്പൊ നമുക്കറിയാം ഇത് ചെയ്താൽ തെറ്റാണ്, ഇത് ചെയ്താൽ ശരിയാണ്. ആ ഒരു കോൺഫ്ലിക്റ്റ് നമുക്ക് ഈസിലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, മോറൽ കോൺഫ്ലിക്റ്റ്. പക്ഷെ എത്തിക്കൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പക്ഷേ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, അത് ഗ്രേ ആണ്, ഒരു ഗ്രേ ഏരിയ ആണ്. അപ്പൊ നമുക്ക് അത് ചിലപ്പോൾ നമുക്ക് ഈസിലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ബുച്ചറിന് എന്താ നമ്മൾ പറയുന്നത്? പശുവിനെയും കശാപ്പുകാരൻ. താങ്ക് യു. ഒരു കശാപ്പുകാരൻ ഒരു പശുവിനെ കൊല്ലാനായിട്ട് ഓടിച്ചു വരികയാണ്. അപ്പൊ കൊല്ലുന്നതിന് മുമ്പ് പശു എന്ത് ചെയ്തു? പശു ഓടിപ്പോയി. അപ്പൊ ഈ പശുവിനെ ഓടിച്ച് പശുവിനെ തിരക്കിയാൽ അപ്പൊ പശു ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് ഒരു കാട്ടിന്റെ അകത്ത് ഒളിച്ചിരുന്നു. അപ്പൊ ഇതൊരു ബ്രാഹ്മണൻ കണ്ടു. അപ്പോ ഈ കശാപ്പുകാരൻ വന്നിട്ട് ബ്രാഹ്മണന്റെ ചോദിച്ചു, ഒരു പശു ഇവിടെ വരുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ബ്രാഹ്മണൻ ഒരു നിമിഷത്തേക്ക് അദ്ദേഹം കൺഫ്യൂസ്ഡ് ആയി. ഞാൻ എന്ത് ചെയ്യണം? കാരണം ഞാൻ ഗായത്രി ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിത് കണ്ടത്. അപ്പൊ ഗായത്രി ജപിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് കള്ളം പറയാൻ പാടില്ല. കാരണം ഗായത്രി ജപിക്കുമ്പോൾ നമ്മൾ പ്യൂരിഫൈഡ് ആവാൻ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഒരു കാരണവശാലും കള്ളം പറയാൻ പാടില്ല. പക്ഷേ കള്ളം പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഒരു ഗോഹത്യ സംഭവിക്കും. അപ്പോ ഈ ഒരു കണ്ടീഷൻ, അപ്പൊ എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ സ്റ്റോറി എന്ന് പറയുന്നത് അദ്ദേഹം സത്യം പറഞ്ഞു. ആ സത്യം പറഞ്ഞതിന് ശേഷം ആ പശുവിനെ അയാൾ കൊല്ലുകയും പിന്നെ ആ ബ്രാഹ്മണന് ശാപം ലഭിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ വേറെ സ്റ്റോറി. ബട്ട് എസെൻഷ്യലി ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട എന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ആ സമയത്ത് നമ്മൾ എപ്പോഴും നമ്മുടെ ബുദ്ധിയെ ഷാർപ്പൺ ചെയ്യേണ്ടത് ഇന്റലിജൻസ്, ശാസ്ത്രത്തിന്റെ ഇന്റലിജൻസ് വെച്ചിട്ടാണ്. ശാസ്ത്രം എപ്പോഴും എന്താ പറയുന്നത്, നമുക്ക് ഇന്റലിജൻസ് മാത്രമല്ല വിസ്ഡവും തരും. ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധി. വിസ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ്? വിസ്ഡം തിരിച്ചറിവ്. എക്സാക്ട്ലി. ഒരു കറക്റ്റ് ആയിട്ടൊരു വാക്കിനെ കിട്ടുന്നില്ല, ബട്ട് തിരിച്ചറിവ്. ഇന്റലിജൻസും വിസ്ഡവും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെയാണ്, ഒരു മോറൽ കോൺഫ്ലിക്റ്റിന്റെ ഒരു ബുദ്ധി നമുക്ക് തരും, ഇതാണ്. പക്ഷേ വിസ്ഡം എന്ന് പറയുന്നത്, അതിനിപ്പോഴും ഞാൻ ഒരു വാക്ക് തേടിക്കൊണ്ടിരിക്കുകയല്ല, ആൽഫബറ്റ്. അത് എന്ന് പറയുന്നത്, ആ തിരിച്ചറിവ് എന്ന് പറയുന്നത് ഇന്റലിജൻസിന്റെ റിഫൈൻഡ് ഫോമാണ് വിസ്ഡം. വിവേകം, കറക്റ്റ്, താങ്ക് യു. വിവേകം, തിരിച്ചറിവ്. അപ്പോൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായ ബുദ്ധി. പക്ഷെ എപ്പോഴും നമുക്ക് കൃത്യമായ ബുദ്ധി ഉപയോഗിക്കാൻ പറ്റില്ല. കൃത്യമായ ആ ഒരു ഇന്റലിജൻസ് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ ചില സിറ്റുവേഷനിൽ എത്തിക്കൽ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ നമുക്ക് അതിന് മേലെയുള്ള ഇന്റലിജൻസ് വേണം, അല്ലെങ്കിൽ അതിന്റെ റിഫൈൻഡ് ഫോം ഓഫ് ഇന്റലിജൻസ് വേണം. അതാണ് വിസ്ഡം. ഭഗവാൻ ഒരു സ്ഥലത്ത് അർജുനനോട് പറയുന്നുണ്ട്, ഏവം ബുദ്ധിയെ പരം ബുദ്ധ്വാ സംസ്തഭ്യാത്മാനമാത്മനഃ ജഹി ശത്രു മഹാബാഹോ കാമരൂപം ദുരാസതം. ഏവം ബുദ്ധിയെ പരം ബുദ്ധ്വ എന്നാ പറയുന്നത്. അർജുന, നീ ബുദ്ധി മാത്രമല്ല പരം ബുദ്ധി. പരം ബുദ്ധ്വ എന്ന് പറഞ്ഞാൽ റിഫൈൻഡ് ഇന്റലിജൻസ് എന്നാ പറയുന്നത്.
സംസ്ഥഭ്യാത്മാനമാത്മന, നീ നിന്റെ കോൺഷ്യസ്നെസ്സിനെ അപ്ലിഫ്റ്റ് ചെയ്യണം. ഈ പരം ബുദ്ധി കിട്ടുന്നത് നമുക്ക് ശാസ്ത്രത്തിൽ നിന്നാണ്. തസ്മാ ശാസ്ത്രം പ്രമാണത്തെ കാര്യ വ്യവസ്ഥിതവും. ഈ ഒരു റിഫൈൻഡ് നോളജ് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് വായിച്ച് പഠിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, നമുക്ക് ലോ ഓഫ് ഫിസിക്സ് പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ തെർമോഡൈനാമിക്സ് പഠിക്കണമെങ്കിൽ നമുക്ക് പഠിച്ചിട്ട് നമുക്കത് പ്രാക്ടിക്കലി നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒരു 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 എക്സ്പെരിമെന്റിനോ അല്ലെങ്കിൽ വേറൊരു ആപ്ലിക്കേഷനോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ വിസ്ഡം അങ്ങനെ ഒരിക്കലും കിട്ടില്ല. വിസ്ഡം എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്യുന്നതാണ്. മനുഷ്യന്റെ ബുദ്ധിയിൽ എന്താ ഈ നോർമലി ആൻഡ് ഗ്രാജുവലി അത് ഇവോൾവ് ചെയ്ത് നമ്മൾ അതിലേക്ക് ഉയരുന്ന ഒരു കണ്ടീഷനാണ്. മനസ്സിലായോ? അപ്പോ ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ദ്രൗപദി പ്രഭു ഉള്ളിൽ നിന്ന് വരുന്നതെന്ന് പറയാമോ? ഉള്ളിൽ നിന്ന് വരുന്നതല്ല പ്രഭു, ഉള്ളിൽ നിന്ന് വരുന്നത് എപ്പോഴും ശരിയാവണം എന്നില്ല. അതാ പറയുന്നത്. നമ്മൾ ഇവോൾവ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഈ ശാസ്ത്രം അല്ലെങ്കിൽ പ്രഭുപാദ് എപ്പോഴും പറയുന്നത് ശാസ്ത്ര ചക്ഷു എന്നൊരു ഒരു വാക്ക് ഉപയോഗിക്കും പ്രഭുപാദ്. അതായത് നമ്മൾ കാണുന്ന, നമ്മൾ ബേസിക്കലി എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ, ഇത് നമ്മൾ പഠിക്കുന്ന ശാസ്ത്രം അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഗ്രന്ഥങ്ങൾ, അതായത് ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം, മറ്റുള്ള ഗ്രന്ഥങ്ങൾ, ഇതെല്ലാം നമ്മൾ ഇന്റേണലൈസ് ചെയ്യും. നമ്മൾ ആദ്യമേ അത് ഉൾക്കൊണ്ട ശേഷം നമ്മളത് റിഫ്ലക്ട് ചെയ്യും, ഔട്ട്സൈഡ് റിഫ്ലക്ട് ചെയ്യും. അതാണ് തത് ശൃണ്വൻ സുപഠൻ വിചാരണ പരോ എന്ന് പറയുന്നത്. 3 കാര്യങ്ങളാണ് പറയുന്നത്. ശ്രദ്ധയോടെ കേൾക്കുക, സുപഠൻ, പഠൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ പഠിക്കുക, പിന്നീട് വിചാരണ പരോ, വിചാരണ ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഇന്റേണലൈസ് ചെയ്തിട്ട് നമ്മൾ സ്വന്തമായി റിഫ്ലക്ട് ചെയ്യണം. റിഫ്ലക്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ അതിൽ കാണണം. അങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ശരിക്കും ഭഗവാൻ പറയുന്നത് തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യ അകാര്യ വ്യവസ്ഥിതവും. എന്താണ് കാര്യം, എന്താണ് അകാര്യം എന്ന് കൃത്യമായി ഡെസിഫർ ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മനസ്സിലായോ? അപ്പോ അത് ഒരു ഇവോൾവ് ഡിവോട്ടിക്കേ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കണം, ദ്രൗപദി എന്തുമാത്രം ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. തൻ്റെ മക്കൾ 5 പേരെയും വധിക്കപ്പെട്ടു. ഒരമ്മയ്ക്ക് ഏറ്റവും താങ്ങാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും മാക്സിമം വേദനയാണ് അല്ലേ? നമ്മൾ ഇതിനു മുമ്പ് ദ്രൗപദി അജിറ്റേറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട് അല്ലേ? ദ്രൗപദി തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരെ ദുശാസനനെ കൊല്ലണം എന്ന് ഭീമന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കാണുന്ന ഒരു ഇവോൾവ് അല്ലെങ്കിൽ ഏറ്റവും പക്വമായ ഒരു അവസ്ഥയിലുള്ള ദ്രൗപദിയാണ് കാണുന്നത്. അത് മാത്രമല്ല, ഇതിന്റെ 3rd ആസ്പെക്ട് എന്ന് പറയുന്നത്, ദ്രൗപദിയോടൊപ്പം തന്നെ അർജുനനും അഗ്രി ചെയ്തെന്നാണ്. യുധിഷ്ഠിരനും അഗ്രി ചെയ്തു. ബട്ട് അർജുനനും ദ്രൗപദിയും അത് അഗ്രി ചെയ്തു. എന്ത് അഗ്രി ചെയ്തു? അശ്വത്ഥമാവിനെ കൊല്ലണ്ട. അശ്വത്ഥമാവിനെ കെട്ടി മുന്നിൽ കൊണ്ട് നിർത്തിയപ്പോൾ എല്ലാവരും കൊല്ലണം. കൃഷ്ണനും പറഞ്ഞു, എന്ത് പറഞ്ഞു? കൃഷ്ണൻ പറഞ്ഞു, ഇവനെ കൊല്ലണം. ഇവൻ ഈ 5 പേരെയും കൊന്നവനാണ്. ഇവൻ ബ്രഹ്മബന്ധു എന്നാ പറയുന്നത്. അവൻ ബ്രാഹ്മണൻ പോലുമല്ല, ഇവനൊരു ബ്രഹ്മബന്ധുവാണ്. അങ്ങനെയുള്ളവനെ ഇപ്പോഴേ കൊല്ലണം എന്ന് ഭഗവാൻ സ്വയമേ പറഞ്ഞു. അപ്പോഴാണ് ദ്രൗപദി പറഞ്ഞത്. ദ്രൗപദി പറഞ്ഞപ്പോഴത്തേന് യുധിഷ്ഠിരനും അംഗീകരിച്ചു, അർജുനനും അംഗീകരിച്ചു. ഇതില് ഒരു വളരെ സവിശേഷമായ ഒരു കാര്യം എന്ന് പറയുന്നത്, എഗ്രിമെന്റ് ഇൻ കോൺഫ്ലിക്റ്റ് എന്നൊരു സാധനമുണ്ട്. നമുക്ക് ഈ കോൺഫ്ലിക്റ്റ് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇങ്ങനെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനിൽ വളരെ ഈസിയാണ് നമുക്ക് ഡിസിഷൻസ് ചെയ്യാൻ അല്ലേ? ഇങ്ങനൊരു കണ്ടീഷനിൽ നമുക്ക് ഈ ഡിസിഷൻ വരാൻ വളരെ ഈസിയാണ്. നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരും, പ്രത്യേകിച്ച് ഒരു അമ്മ, തൻ്റെ മക്കളെല്ലാം നഷ്ടപ്പെട്ട ഒരു അമ്മ പെട്ടെന്ന് പറയും അവനെ കൊല്ലാൻ പറയും. പക്ഷേ
ആ സമയത്ത് ദ്രൗപദി വളരെ കുറച്ചൊരു തീരുമാനമെടുത്തു. എന്നെപ്പോലെ കൃപി എന്ന് പറഞ്ഞാൽ ദ്രോണാചാര്യർ, അതായത് അശ്വത്ഥമാവിന്റെ അമ്മ, ഒരു കാരണവശാലും വിഷമിക്കരുത്. നമ്മുടെ ഗുരുവിന്റെ പുത്രനാണ്, നമ്മുടെ ഗുരുവിന്റെ അതേ സ്ഥാനത്താണ് അദ്ദേഹം ഉള്ളത്, അദ്ദേഹത്തിന് ചേർന്ന് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുകയും ആ കോൺഫ്ലിക്റ്റ് ഭീമൻ ഒഴിച്ച് ബാക്കി എല്ലാവരുടെയും കോൺഫ്ലിക്റ്റ് മാറുകയും ചെയ്തു. യുധിഷ്ഠിരന്റെയും നകുലിന്റെയും സഹദേവന്റെയും അർജുനന്റെയും എല്ലാം കോൺഫ്ലിക്റ്റ് മാറി. ഭീമൻ നമുക്കറിയാം, ഭീമൻ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്, അദ്ദേഹം ഓൾവേസ് വളരെ അഗ്രസീവ് ആണ്. ബട്ട് എൻഡ് ഓഫ് ദി ഡേ ഭീമനും ആ എഗ്രിമെന്റിന് വഴങ്ങേണ്ടി വന്നു. എങ്ങനെയാണ് ഒരു കോൺഫ്ലിക്റ്റിനെ നമുക്ക് മറികടക്കാൻ പറ്റുന്നത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, എല്ലാവരും ഡിവോട്ടി ആയി കഴിഞ്ഞാൽ, എല്ലാവരും എന്താ പറയുന്ന ഭക്തന്മാരായി കഴിഞ്ഞാൽ, ഒരേ മനസ്സുള്ള ഒരേപോലെ ചിന്തിക്കുന്ന ഭക്തന്മാരായി കഴിഞ്ഞാൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകാം, പക്ഷെ ആ കോൺഫ്ലിക്ട്സിനെ ഒഴിവാക്കാൻ വളരെ എളുപ്പത്തിൽ കഴിയുമെന്നാണ് പറയുന്നത്. പ്രഭുപാദിന്റെ ഒരു കോൺവെർസേഷനിൽ പ്രഭുപാദ് പറയുന്നുണ്ട്, കോൺഫ്ലിക്ട്സ് ഒഴിവാക്കാനായിട്ട് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് യു ഓൾവേസ് ബി എ ഡിവോട്ടി ഓഫ് ലോർഡ് കൃഷ്ണ. കാരണം ഡിവോട്ടി ആയി കഴിയുമ്പോഴത്തേന് നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും ഡിവോഷൻ ലെവലായിരിക്കും. ഓഫ് കോഴ്സ് ഞാൻ എഗ്രി ചെയ്യുന്നു, നമ്മളെല്ലാവരും നമ്മളെല്ലാവരും പ്രാക്ടീസിങ് ഡിവോട്ടീസ് ആണ്. പല രീതിയിലുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടാവാറുണ്ട്, നമുക്കത് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, നമ്മൾ ഭയങ്കര രീതിയിൽ ക്യാരിഡ് അവേ ആവും. ബട്ട് നമ്മുടെ ഇൻട്രസ്റ്റ് ഭഗവാന്റെ ഇൻട്രസ്റ്റുമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ ഒരു ശ്ലോകമുണ്ട്, ആ ശ്ലോകം ഞാൻ മറന്നു, ഈ ഭാഗവതത്തിലൊരു ശ്ലോകമുണ്ട്. അതിൽ പറയുന്നത് ഭഗവാന്റെ ഇൻട്രസ്റ്റിലേക്ക്, നമ്മുടെ ഇൻട്രസ്റ്റിനെ ഭഗവാന്റെ ഇൻട്രസ്റ്റിലേക്ക് മാച്ച് ചെയ്യുമ്പോൾ ഒരു കോൺഫ്ലിക്റ്റിനെ വളരെ ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. കാരണം എന്താ, എല്ലാവരുടെയും അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ടു പ്ലീസ് കൃഷ്ണ. എല്ലാ ഡിവോട്ടീസിന്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്? അതല്ലേ ഭഗവാനെ എങ്ങനെ നന്നായിട്ട് സെർവ് ചെയ്യാം, ഭക്തന്മാരെ എങ്ങനെ സെർവ് ചെയ്യാം. എൻഡ് ഓഫ് ദി ഡേ അത് തന്നെയാണ് ലക്ഷ്യം. അപ്പോ ഈ കോൺഫ്ലിക്റ്റ് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും എപ്പോ നമ്മുടെ ഇൻട്രസ്റ്റിനെ മറികടന്ന് ഭഗവാന്റെ ഇൻട്രസ്റ്റിലേക്ക് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ റേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈസിലി അതിനെ മറികടക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഇവിടെയും കാണുന്നതാണ്, ഈ പാണ്ഡവരെല്ലാവരും അൾട്ടിമേറ്റ്ലി എന്താണ്, ഭഗവാന്റെ പരിശുദ്ധ ഭക്തരാണ്. അപ്പോ ഇന്റേണൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും, പലർക്കും പല അഭിപ്രായം ഉണ്ടാകണമെങ്കിലും എന്താ പറ്റുക, എങ്ങനെയാണ് തൻ്റെ കോൺഷ്യസ്നെസ്സിനെ അപ്ലിഫ്റ്റ് ചെയ്യുക, എങ്ങനെയാണ് ഒരു 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 ഗ്രേറ്റർ കോസിന്, ഒരു വലിയൊരു ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്ക് എല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടത്, എങ്ങനെയാണ് എല്ലാവരും ഒരുമിച്ച് സെർവ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ആസ്പെക്ട് ഈ എക്സാമ്പിളിലുണ്ട്. ഇനി മറ്റൊരു ആസ്പെക്ട്, ഈ ഒരു പാസ് ടൈമിൽ 5 പാണ്ഡവരും ഭഗവാന്റെ ഡിവോട്ടീസ് ആണെന്ന് നമ്മൾ പറഞ്ഞു, ഗ്രേറ്റർ ഡിവോട്ടീസ് ആണ്. നല്ലൊരു ശ്ലോകം ഓർമ്മ വരുന്നത്, യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അടുത്ത് നാരദർ ഒരു ശ്ലോകം പറയും. അതിനകത്ത് പറയുന്നത് ഗോപ്യ കാമാത് ഭയാത് കംസോ ദ്വേഷ ഛേദ്യാദ്യോ നൃപഃ സംബന്ധാത് വൃഷ്ണയ. പിന്നെ ഒരു ശ്ലോകമുണ്ട്, അതിനകത്ത് പറയുന്നത് ഭഗവാനെ ഓരോരുത്തർ എങ്ങനെയാണ് അറ്റൈൻ ചെയ്തതെന്ന്. വളരെ നല്ല ബ്യൂട്ടിഫുൾ ശ്ലോകമാണ്. ഗോപ്യ കാമാത്,
ഗോപികൾ ഭഗവാനെ കാമം എന്ന് പറയുന്നത് ലവ്. ഇവിടെ കാമം ഉദ്ദേശിക്കുന്നത് ലവാണ് ഉദ്ദേശിക്കുന്നത്, ഡിസയർ. ഭഗവാനോടുള്ള അൾട്ടിമേറ്റ് ഡിസയർ ആണ് ഗോപികൾക്കുള്ളത്. ഭഗവാനോടുള്ള പ്രേമം, ഭഗവാനോടുള്ള ഇഷ്ടം, അതുകൊണ്ടിട്ടാണ് ഗോപികമാര് ഭഗവാനെ അറ്റൈൻ ചെയ്തത്. ഭയാത് കംസോ, കംസൻ ഭയം കൊണ്ടാണ് ഭഗവാൻ അറ്റൈൻ ചെയ്തത്. കംസൻ എപ്പോഴും ഭഗവാനെ കുറിച്ച് ഭയത്തോടെ ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അദ്ദേഹവും ഭഗവാൻ അറ്റൈൻ ചെയ്തെന്നാണ് പറയുന്നത്. ദ്വേഷം എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? വെറുപ്പല്ലേ? വെറുപ്പ്, ഹേറ്റ്രഡ്. വെറുപ്പ് വഴി ഒരാള് ഭഗവാനെ അറ്റൈൻ ചെയ്തു. ആരെന്നറിയാമോ? ശിശുപാലൻ. ചേതി രാജാവ്, ചേദ്യാദ്യോ നൃപ. ചേതി നൃപൻ എന്ന് പറഞ്ഞാല് ശിശുപാലൻ. സംബന്ധാത് വൃഷ്ണയ. ഈ സംബന്ധം എന്ന് പറഞ്ഞാല് റിലേഷൻ വെച്ച് വൃഷ്ണികൾ ഭഗവാന്റെ ബന്ധുക്കളായി, അങ്ങനെ അവർ ഭഗവാനെ അറ്റൈൻ ചെയ്തു. സംബന്ധ വിഷ്ണു ശ്ലോകം ചാറ്റിലുണ്ട് കേട്ടോ. അതൊന്ന് വായിക്കണം. ചാറ്റ് എവിടെ? സംബന്ധാത് വൃഷ്ണ സ്നേഹാത് വ്യൂയം ഭക്തിയോ. സ്നേഹാത് വ്യൂയം. അപ്പം ഗോപ്യ കാമാത് ഭയാത് കംസോ ദ്വേഷേദ്യാദിയോ നൃപ സംബന്ധാത് വൃഷ്ണികൾ സംബന്ധം വഴി, ഭഗവാനോടുള്ള ബന്ധം വഴി, സ്നേഹാത് വ്യൂയാൻ എന്ന് പറയുന്ന ആരെയാണ് പറയുന്നത്? നിങ്ങൾ എന്ന് പറയുന്നത് നാരദ മഹർഷി യുധിഷ്ഠിരന്റെ അടുത്ത് പറയുന്നതാണ്. നിങ്ങൾ ഭഗവാനെ എങ്ങനെയാണ് അറ്റൈൻ ചെയ്തത്? സ്നേഹാത് വ്യൂയം ഭക്തിയാ വയം വിഭോ. ഞങ്ങൾ ഭക്തന്മാര് ഭഗവാന്റെ സേവ ചെയ്ത് ഭക്തി സേവനം ചെയ്തിട്ടാണ് ഞങ്ങൾ എന്ന് പറയുന്നത് നാരദ മഹർഷിയെ പറയുന്നത്. ഞങ്ങൾ ഭഗവാന്റെ ഭക്തി, നിങ്ങൾ എന്ന് പറഞ്ഞാൽ പാണ്ഡവർ ഭഗവാനെ എങ്ങനെ അറ്റൈൻ ചെയ്ത്? സ്നേഹാത്. അതാണ് പാണ്ഡവരുടെ ക്വാളിറ്റി. അപ്പം താങ്ക് യു ഫോർ ഷെയറിങ് ദിസ് ശ്ലോക. ബ്യൂട്ടിഫുൾ ശ്ലോകമാണ്, നല്ല ശ്ലോകമാണ്. ഈ റിലേഷൻഷിപ്പ്, ഈ പാണ്ഡവരും ഭഗവാനോടുള്ള റിലേഷൻഷിപ്പ് വളരെ സ്പെഷ്യലാണ്. അതില് 2 പേര് ഭഗവാന്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ആരെന്ന് പറയാമോ? പാണ്ഡവരിൽ 2 പേര്. പാണ്ഡവർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന 5 പേരെ മാത്രമല്ല, ഹോൾ എക്സ്റ്റെൻഡഡ് ഫാമിലിയാണ്. അതിൽ കുന്തി വരും, ദ്രൗപദി വരും, പാണ്ഡവന്മാർ വരും. ഇവരിൽ 2 പേര് ഭഗവാന്റെ വളരെ 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 സ്പെഷ്യൽ ആൾക്കാരാണ്. പാഞ്ചാലിയും പിന്നെ അർജുനനും. ഒന്ന് ദ്രൗപദി, ഒന്ന് അർജുനൻ. ഈ 2 പേര് ഭഗവാന്റെ വളരെ സ്പെഷ്യൽ ആൾക്കാരാണ്. കാരണം എന്താന്ന് വെച്ചാല് ദ്രൗപദി എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ആ ഒരു കൺക്ലൂഷനിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരായി കഴിഞ്ഞാൽ ഈവൻ ഭഗവാന്റെ പോലും എന്താ പറയുന്ന വാക്കുകൾ അവർ ചിലപ്പോൾ അംഗീകരിക്കണം എന്നില്ല. എന്താണോ പരമമായ ഒരു 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 എന്താ പറയുന്ന, ഞാൻ പറഞ്ഞു വരുന്നത് എനിക്ക് ഫുള്ളി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് നമ്മൾ ഭഗവാൻ തന്നെ പറയാണ്, കൊല്ലണം എന്ന് പറയുമ്പോഴും ഭഗവാന്റെ ഭക്തനായതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് നമ്മൾ എക്സ്പീരിയൻസ്, നമ്മൾ പുറത്ത് കാണിക്കുന്നത്, അത് എന്താ പറയുന്നത്, ഭഗവാൻ പറയുന്ന വാക്കിനേക്കാൾ ഉപരി നമ്മൾ അത് മറ്റുള്ള ഭക്തന്മാരെ സേവ ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റുള്ള ഭക്തന്മാരിലേക്കുള്ള കമ്പാഷൻ, ഞാൻ പറഞ്ഞില്ല ജീവതയാ, അത് പ്രകടിപ്പിക്കുമ്പോൾ അത് ഈവൻ മോർ, അത് ഇനിയും അത് ഏറ്റവും മഹത്തരമായി മാറും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു എക്സാമ്പിൾ, ഒരു ആപ്പിൾ ടു ആപ്പിൾ എക്സാമ്പിൾ അല്ല, ബട്ട് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ നോർമലി ശാസ്ത്രം പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ വേദിക് ഇൻജങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരാളും എന്താ
ഈ കടൽ കടന്ന് മറ്റുള്ള പാശ്ചാത്യ രാജ്യത്ത് പോകാൻ പാടില്ല. അതാണ് വേദിക് ഇൻജങ്ഷൻ. എന്തുകൊണ്ട് പോകാൻ പാടില്ല? ഒന്നാമത്തെ കാര്യം എന്ന് കഴിഞ്ഞാൽ കടൽ കടന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാരത ഭൂമി ഉണ്ടല്ലോ, അത് വിട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സനാതന ധർമ്മവുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെടും. ഒന്നാമത്തെ കാര്യം. സെക്കൻഡ് എന്ന് പറയുന്നത്, നമ്മൾ പോകുന്നത് ഇനിയൊരു വിദേശ രാജ്യത്തേക്കാണ്. ആ രാജ്യം എന്ന് പറയുന്നത് അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ സംസ്കാരം, അവിടുത്തെ ആളുകൾ, ഇതെല്ലാം നമ്മളെ കണ്ടാമിനേറ്റ് ചെയ്യും. അപ്പൊ ഇതെല്ലാം ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ കൊണ്ട് ഒരാൾ അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് വ്യക്തമായ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പക്ഷെ ആ ഇൻസ്ട്രക്ഷനെ എല്ലാം മറികടന്നിട്ട് ഒരു ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി പോവും. അതിന്റെ സൂപ്പർ മോസ്റ്റ് എക്സാമ്പിൾ ആണ് ആര്? ശ്രീല പ്രഭുപാദർ. അതിനെല്ലാം പ്രഭുപാദന്റെ ഒരു ഡയറിയിൽ പ്രഭുപാദ് എഴുതിയിട്ടുണ്ട്. പ്രഭുപാദന്റെ ലെക്ചറിലും പ്രഭുപാദ് പറയുന്നത് ഞാൻ ഈ ന്യൂയോർക്കിൽ വന്നത് എൻ്റെ ഡ്യൂട്ടി ചെയ്യാനായിട്ടാണ്. പക്ഷേ എൻ്റെ ഹാർട്ട് ഇപ്പോഴും എവിടെയാണ്? വൃന്ദാവനത്തിലാണ്. ഞാൻ വൃന്ദാവനത്തിലാണ് ഏറ്റവും സന്തോഷമായിട്ടിരിക്കുന്നത്. ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്നത് വൃന്ദാവനത്തിലാണ്. ഞാൻ ഏറ്റവും പീസ്ഫുൾ ആയിട്ടിരിക്കുന്നത് വൃന്ദാവനത്തിലാണ്. പക്ഷേ ഞാൻ അതെല്ലാം കളഞ്ഞ് വൃന്ദാവനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ പ്രഭുപാദ് പറയുന്നത്, എനിക്ക് സുഖമായിട്ട് എൻ്റെ ജപം, എൻ്റെ പാരായണം, എൻ്റെ സാധന, എൻ്റെ എല്ലാ സ്പിരിച്വലിയും എനിക്ക് 100 മടങ്ങ് എനിക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. കാരണം പ്രഭുപാദ് ഏറ്റവും പ്രഭുപാദ് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് വൃന്ദാവൻ. പ്രഭുപാദിന് ഷുവർ ഷോട്ടാണ് പ്രഭുപാദ് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകും വൃന്ദാവനത്തിൽ നിന്ന്. പക്ഷേ ഒരു ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിവോട്ടി അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിവോട്ടി ചിന്തിക്കുന്ന എന്താണ്? എൻ്റെ ഡിവോഷണൽ സർവീസിന് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഇനി ഒരാളെ കൂടി ഭഗവാന്റെ ഭക്തി കൊടുക്കണം. ഒരു ഭാഗവതത്തിൽ ഒരു ശ്ലോകം പ്രഹ്ലാദ് മഹാരാജ് പറയുന്നുണ്ട്. ഭഗവാന്റെ നരസിംഹദേവന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്ന ശ്ലോകം, നൈവോദ്വിജയ പരദുരത്യയ വൈതരണ്യ തദ്വീര്യ ഗായന മഹാമൃതമഗ്നചിത്ത. നൈവോദ്വിജയ ഉദ്വേഗം, എനിക്ക് ഒരു ഉദ്വേഗം ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ടാണ്? പരദുരത്യായി വൈതരണി എന്ന് പറയുന്നത് ഈ മെറ്റീരിയൽ വേൾഡിലെ ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും, വൈതരണിയാകുന്ന ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും എന്നെ ഒരു തരത്തിലും ഉദ്വേഗിപ്പിക്കുന്നില്ല, എന്നെ ഒരു തരത്തിലും എന്നെ ഒരു തരത്തിലും ആങ്ഷ്യസ് ആക്കുന്നില്ല, എന്നെ ഒരു തരത്തിലും ബോധർ ചെയ്യുന്നതേ ഇല്ല. എന്തുകൊണ്ടാണ്? തദ്വീര്യ ഗായന മഹാമൃതം അഗ്നചിത്ത. എൻ്റെ ചിത്തം എപ്പോഴും എന്താ ചെയ്യുന്നത്? തദ്വീര്യ ഗായന, ഭഗവാന്റെ ഗ്ലോറീസ് എപ്പോഴും ചിന്തിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു കാരണവശാലും അത് എഫക്റ്റ് ആവുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സ് എപ്പോഴും എപ്പോഴും സങ്കടപ്പെടുന്ന ഒരു കാരണം കൊണ്ടാണ്. ശോചേ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ് എപ്പോഴും ഒരു ദുഃഖത്തിൽ. എന്താണ് ശോചേ? വിമുഖ ചേതസ ഇന്ദ്രിയാർത്ഥ. ഈ വിമുഖ ചേതസ എന്ന് പറഞ്ഞാൽ ഭഗവാന് വിമുഖരായിട്ടിരിക്കുന്ന ആൾക്കാർ. ശോചേ തതോ വിമുഖ ചേതസ ഇന്ദ്രിയാർത്ഥ മായാ സുഖായ ഭരം ഉദ്വഹതോ വിമൂഢാൻ. ഈ മൂഢന്മാരായ ഫൂളിഷ് ആയിട്ടുള്ള ഈ ആൾക്കാർ അവരെന്താ വിചാരിക്കുന്ന? മായാ സുഖായ ഭരം. മായാ സുഖായ ഭരം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മായയിൽ അതാണ് സുഖം എന്ന് പറഞ്ഞ് എൻജോയ് ചെയ്യുന്ന വിമൂഢന്മാരായിട്ടുള്ള ഫൂളിഷ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ് എൻ്റെ വിഷമം. ഞാൻ ഈ മെറ്റീരിയൽ വേൾഡിൽ ഈ വൈതരണിയിൽ ഞാൻ കിടന്ന് അനുഭവിക്കുന്നത് പ്രഹ്ലാദ് മഹാരാജിനെക്കാട്ടിയും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ നമുക്കില്ല. അതും ഇത്രയും ചെറിയ പ്രായത്തിൽ, 5 വയസ്സിന് താഴെയുള്ള പ്രായത്തിൽ എന്തുമാത്രം അദ്ദേഹം കഷ്ടപ്പെട്ട്, എന്തുമാത്രം അതും സ്വന്തം അച്ഛനിൽ നിന്ന് ഇത്രമാത്രം അനുഭവിച്ചു എന്നൊക്കെ നമുക്കറിയാം. അദ്ദേഹം പറയാണ്, ഈ ദുഃഖങ്ങളൊന്നും എനിക്കൊരു പ്രശ്നമേ ഇല്ല. നൈവോദ്വിജയ പരദുരസ്ത്യ
വൈതരണ്യസ്. ഈ വൈതരണി എനിക്കൊരു പ്രശ്നമേ അല്ല. എന്തുകൊണ്ട്? തദ്വീര്യ ഗായന മഹാമൃതമഗ്നചത്ത. ഈ അമൃതമാകുന്ന ഭഗവാന്റെ ഈ കഥാമൃതം എപ്പോഴും ഞാൻ ശ്രവിക്കുന്നതുകൊണ്ട് ചിന്തിക്കുന്നതുകൊണ്ടും അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ. ശോചേ തതോ വിമുഖ ചേതസ ഇന്ദ്രിയാർത്ഥം. എൻ്റെ മനസ്സ് എപ്പോഴും വേദനിക്കുന്നത് ഈ ഫൂളിഷ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. മായാ സുഖായ ഭരമുദ്വഹത്തോ വിമൂഢ. ഈ വിമൂഢന്മാരായിട്ടുള്ള ആൾക്കാരുടെ മനസ്സ്, അതുകൊണ്ട് എൻ്റെ മനസ്സ് എപ്പോഴും വേദനിച്ചുകൊണ്ടേയിരിക്കുന്നു. അതേ മൂഡാണ് ശ്രീല പ്രഭുപാദർ. അതും അതുപോലെ തന്നെ വൃന്ദാവനത്തില് രാധാമാധവ് ടെമ്പിൾ ഇരുന്നപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് എപ്പോഴും നമുക്കറിയാം, പ്രഭുപാദ് ലീലാമൃത വായിച്ചു നോക്കുമ്പോഴും അതിനെക്കാട്ടി കൂടുതൽ പ്രഭുപാദിന്റെ മെമ്മറീസ് ഓഫ് ശ്രീല പ്രഭുപാദ് എന്ന് പറഞ്ഞിട്ട് പ്രഭുപാദിന്റെ ഡിസൈപ്പിൾസിന്റെ പ്രഭുപാദിനെ കുറിച്ച് പറയുന്ന ഒരു സീരീസ് ഉണ്ട് യൂട്യൂബിൽ. എനിക്കൊരു 150-200 എപ്പിസോഡ് ഉള്ള പാർട്സ് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ സീരീസ് ആണ്. അതൊന്ന് കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണണം. അത് മെമ്മറീസ് ഓഫ് ശ്രീല പ്രഭുപാദ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ഗോവിന്ദദാസിയാണെന്ന് തോന്നുന്നു, അവര് പ്രഭുപാദിന്റെ ഡിസൈപ്പിൾ പറയുന്നുണ്ട് അവര് പ്രഭുപാദ് എന്തുമാത്രം കഷ്ടപ്പെട്ടു ഈ രാധാ ദാമോദർ ടെമ്പിൾ ഇരുന്നെങ്കിലും പ്രഭുപാദിന്റെ മനസ്സ് എപ്പോഴും ഇവിടെ വരണം, തൻ്റെ ഗുരു പറഞ്ഞ ഈ കാര്യം ചെയ്യണം, ഈ താഴെ ഈ ഏറ്റവും പതിതന്മാരായിട്ടുള്ള ഈ ആൾക്കാരെ ഭഗവാന്റെ ഭക്തി നൽകണം എന്ന് പ്രഭുപാദ് എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അത് ആലോചിച്ച പ്രഭുപാദ് എന്നും രാത്രി ഈ രൂപഗോസ്വാമിയുടെ സമാധിയുടെ മുന്നിൽ തൂക്കുമത്രേ, ഈ ചൂല് വെച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും, എനിക്ക് അതിനുള്ള ശക്തി നൽകണേ, എന്നെ അവർക്ക് ഭഗവാൻ ഈ ഏറ്റവും കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും രീതിയിൽ ഭഗവാന്റെ ഭക്തി നൽകാനായിട്ട് എന്നെ ഉപയോഗിക്കണമെന്ന് കരഞ്ഞുകൊണ്ട് ഇത് എന്താണ് അദ്ദേഹത്തിന്റെ ഈ രൂപഗോസ്വാമിയുടെ ഈ സ്മാരകത്തിന് മുന്നിൽ അദ്ദേഹം തൂക്കുമായിരുന്നു. ഒരുപാട് നല്ല സ്റ്റോറീസ് അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്. പ്രഭുപാദ് എന്തൊക്കെ ചെയ്തു, എന്തുമാത്രം അതിനെക്കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്തു. നമുക്കെല്ലാം അറിയാം, സുമതി മൊറാർജിയുടെ വീട്ടിൽ പോയിട്ട് പ്രഭുപാദ് 5 മണിക്കൂർ കാത്തു നിന്നതും അതെല്ലാം നമുക്കറിയാം. എസെൻഷ്യലി ഇതാണൊരു ഭക്തന്റെ മൂഡ്. അപ്പോ എന്താ പറഞ്ഞു എന്ന് പറഞ്ഞാല്, ഇതാണ് ഈ ഏറ്റവും സ്പെഷ്യൽ, ഈ ദ്രൗപദിയും അർജുനനെയും ഏറ്റവും സ്പെഷ്യൽ ആക്കുന്ന എന്താന്ന് വെച്ചാൽ, അവർക്ക് ഭഗവാനേക്കാളും അപ്പുറത്തൊരു ഒന്നില്ല. എസെൻഷ്യലി അവർക്ക് ഏറ്റവും ടോപ്പ് മോസ്റ്റ് എന്ന് പറയുന്നത് ഭഗവാന്റെ ഭക്തിയാണ്. അപ്പോൾ ഒരു പക്ഷെ അത് ഭഗവാൻ പറയുന്ന വാക്കുകളെക്കാട്ടിയും അതിനെ മറികടന്ന് അതിനും ഉപരിയായിട്ട് ചെയ്യുമ്പോഴാണ് ഈവൻ ഭഗവാൻ പോലും ഹാപ്പി ആവുന്നത്. ഈ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, പ്രഭുപാദർ തൻ്റെ സാധനയും അതെല്ലാം സാക്രിഫൈസ് ചെയ്ത് ഇത് ഇനിയൊരു പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ ന്യൂയോർക്ക് എന്ന് പറയുന്നത് മ്ലേച്ഛന്മാരുടെ സ്ഥലമായിരുന്നു എന്നാണ് പറയുന്നത്, അല്ലേ? കംപ്ലീറ്റ് ദൈവത്തിനെ കുറിച്ച് ഒരു തരത്തിലുള്ള ചിന്തകളില്ലാത്ത ആൾക്കാരുടെക്ക് അദ്ദേഹം പോയി അവിടെ പ്രചരിപ്പിച്ചു. അതൊന്നും ശരിക്കും പറഞ്ഞിട്ടുള്ളത് ഒരു വൈഷ്ണവന് അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണനെ പറഞ്ഞിട്ടുള്ളതല്ല. പക്ഷേ അദ്ദേഹം ബ്രാഹ്മണനെക്കാട്ടിയും ഉയർന്ന വൈഷ്ണവനായതുകൊണ്ടാണ് ആ റൂൾസ് എല്ലാം ബ്രേക്ക് ചെയ്ത് പോയി. അപ്പോ ശാസ്ത്രം അല്ലെങ്കിൽ ഭഗവാൻ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് പറയുന്നുണ്ടാവും, ശാസ്ത്രം ഇങ്ങനെ പറയുന്നു, പക്ഷേ ഭഗവാൻ ഏറ്റവും ഇഷ്ടം എന്താണ്, അത് ബ്രേക്ക് ചെയ്ത് അതിലും ഉപരി പോയി ഏറ്റവും എന്താ പറയുന്നത്, കമ്പാഷനേറ്റ് ഭക്തന്മാർ മറ്റുള്ളവർക്ക് വേണ്ടി തൻ്റെ ജീവിതം സാക്രിഫൈസ് ചെയ്യുന്ന ആ ഒരു ഭഗവാനെ ഏറ്റവും കൂടുതൽ സംപ്രീതയാക്കും. അപ്പോൾ അതാണ് ഇവിടെ നമുക്കൊരു ഒരു ആസ്പെക്ട്, ഈ പാസ്റ്റ് ടൈമിൽ ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ, ദ്രൗപദി എന്തുമാത്രം കമ്പാഷനേറ്റ് ആയി, എന്തുമാത്രം ഒരു പക്ഷെ അവർക്ക് അറിയാമായിരിക്കും ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് ഭഗവാനെ കൂടുതൽ ഹാപ്പി ആക്കും, ഇത് ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ കൂടുതൽ പ്ലീസ്ഡ് ആവും അറിയാമായിരിക്കാം.
ഒരു പാസ് ടൈം എന്ന് പറഞ്ഞാൽ ദ്രൗപദിയുടെ ഭഗവാനോടുള്ള ഒരു 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 അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം. ദ്രൗപദിയുടെ വസ്ത്രാപരണം എങ്ങനെയായിരുന്നു, ഭഗവാൻ എങ്ങനെ രക്ഷിച്ചു, അതെല്ലാം ഫേമസ്. ഇനി ഒരു സ്ട്രൈക്കിംഗ് പാസ് ടൈം ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ അർജുനൻ എന്താണ് സുഭദ്രയെ അപഹരിച്ചു വരുമല്ലോ, സുഭദ്രാപഹരണം. ആ സ്റ്റോറി നമുക്കറിയാം, ലോങ് സ്റ്റോറി. ബട്ട് അർജുനൻ പോയിട്ട് സുഭദ്രയെ അപഹരിച്ചുകൊണ്ട് വരും. അതിൽ അർജുനനെ, തൻ്റെ സിസ്റ്ററിനെ, തൻ്റെ പെങ്ങളെ, അർജുനനെ തന്നെ കല്യാണം കഴിപ്പിക്കണം എന്ന് കൃഷ്ണന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എന്താണ്, അർജുനൻ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഖാവാണ്, അല്ലേ? ഏറ്റവും പ്രിയപ്പെട്ട സഖാവാണ്, ഏറ്റവും പ്രിയപ്പെട്ട ഫ്രണ്ടാണ്. അപ്പോ ഭഗവാൻ ആഗ്രഹമുണ്ട് തൻ്റെ സിസ്റ്റർ, അത് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട സിസ്റ്ററാണ് സുഭദ്ര, ആ സിസ്റ്ററിനെ കൊണ്ട് അർജുനനെ കല്യാണം കഴിപ്പിക്കണം. അപ്പം ഭഗവാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു പ്ലാൻ, ഒരു മാച്ച് മേക്കറിന്റെ റോൾ ഭഗവാൻ കളിച്ചു. അത് സുഭദ്രയെക്കുറിച്ച് സുഭദ്രയെക്കുറിച്ച് അർജുനന്റെ അടുത്ത് ഭഗവാൻ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. അവള് നല്ല കുട്ടിയാണ്, നല്ല നല്ല സ്വഭാവമാണ്, എല്ലാ ശാസ്ത്രങ്ങളും അറിയാം, എല്ലാം നൃത്തം, പാട്ട്, എല്ലാം, ഇങ്ങനെ എല്ലാ ക്വാളിറ്റീസും അർജുനന്റെ അടുത്ത് ഭഗവാൻ ഇങ്ങനെ പറയും. എന്തിനാണ്? സുഭദ്രയെ കുറിച്ചുള്ള ഒരു ഇംപ്രഷൻ, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. തിരിച്ച് സുഭദ്രയെടുത്തും അർജുനനെ കുറിച്ചുള്ള കാര്യം ഭഗവാൻ പറയും. നോക്കണം, ഭഗവാൻ ഒരു മാച്ച് മേക്കറിന്റെ റോളാണ് ഇവിടെ ചെയ്യുന്നത്. സുഭദ്രയെടുത്ത് പറയും, അർജുനൻ വളരെ ഈ വിരാട് യുദ്ധത്തിൽ അർജുനൻ ഇവരെ എല്ലാരെയും വധിച്ചു, അല്ലെങ്കിൽ അർജുനൻ ഇന്നയൊക്കെ ക്വാളിറ്റീസ് ഉണ്ട്, അർജുനൻ വില്ലാളി വീരൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും സുഭദ്രയോടൊപ്പം രണ്ടുപേരുടെയും മനസ്സിൽ ആ ഒരു അട്രാക്ഷൻ ഡെവലപ്പ് ചെയ്തു. ആര് വഴി? ഭഗവാൻ വഴി. എന്തുകൊണ്ടാണ്? കാരണം രണ്ടുപേരും ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, അവരെ രണ്ടുപേരെയും യോജിപ്പിക്കണം എന്ന് ഭഗവാന്റെ അതീവമായ ആഗ്രഹം. ചെയ്യുന്നത് ശരിയാണോ അറിയില്ല, അതൊരു ക്വസ്റ്റ്യൻ ആണ്. ബട്ട് എനിവേസ് ഭഗവാൻ വെച്ചാൽ, കാരണം ഹീ ക്യാൻ ബ്രേക്ക് ഓൾ ദ റൂൾസ്. ഭഗവാൻ എല്ലാം എന്താണ് സാധിക്കും, ഒരു കോൺട്രഡിക്ഷനും ഭഗവാനില്ല. റൂൾസ് ഉണ്ടാക്കുന്നതും ഭഗവാൻ, ആ റൂൾസ് ബ്രേക്ക് ചെയ്യാനുള്ള അവകാശവും ഭഗവാൻ തന്നെയാണ്. അപ്പം നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. എനിവേസ് അങ്ങനെ 9 മണി വരെയാണ് അല്ലേ അബ്ബജി? ഞാൻ കൺക്ലൂഡ് ചെയ്യാം, 10 മിനിറ്റ്. അപ്പോ അങ്ങനെ ഭഗവാൻ അർജുനന്റെ അടുത്ത് പറഞ്ഞു, ഒരു സന്യാസി, ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ വരണം. കാരണം എന്താണ്? ബലരാമൻ സുഭദ്രയെ ദുര്യോധനുമായി കല്യാണം കഴിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ബലരാമൻ ഒരു പിതാവിന്റെ സ്ഥാനത്താണ്. അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്യാൻ ഭഗവാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയെങ്കിലും അതിനെ ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഒരു ട്രിക്കി ട്രിക്കി സിറ്റുവേഷൻ ആണ്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ മറികടക്കാമെന്ന് ഭഗവാൻ പ്ലാൻ ചെയ്തു. ഒരു 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 ബ്രാഹ്മണന്റെ അല്ലെങ്കിൽ ഒരു സന്യാസിയുടെ വേഷത്തിൽ അവിടെ വരിക. അപ്പോ സുഭദ്രയെ അപ്പോ സാധാരണ ബ്രാഹ്മണന്മാരോ സന്യാസിമാരോ ഒക്കെ വരുമ്പോൾ ബലരാമൻ സുഭദ്രയെ അവരെ സെർവ് ചെയ്യാനായിട്ട് പറഞ്ഞു. കാരണം അവരുടെയൊക്കെ ബ്ലെസ്സിങ്സ് കിട്ടുമ്പോൾ വളരെ കൂടുതൽ ബ്ലെസ്സിങ്സ്, കൂടുതൽ അനുഗ്രഹം ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ബലരാമൻ എപ്പോഴും ഈ ഇങ്ങനെയുള്ള സന്തുക്കളും അങ്ങനെയുള്ള സന്യാസിമാരൊക്കെ വരുമ്പോൾ അവരെ സെർവ് ചെയ്യാനായിട്ട് സുഭദ്രയെ പറഞ്ഞു വിടും. അങ്ങനെ അർജുനൻ വന്നപ്പോഴത്തേനും സുഭദ്രയെ പറഞ്ഞു വിട്ടു. സുഭദ്ര അർജുനനെ കണ്ടു, അവർക്ക് തമ്മിൽ ഇഷ്ടമായി. അങ്ങനെ ഭഗവാൻ പറഞ്ഞു, അപ്പോ അങ്ങനെ അവർക്ക് തമ്മിൽ ഇഷ്ടമായി. ഭഗവാൻ പറഞ്ഞു, ഇനി എന്ത് ചെയ്യണം? സുഭദ്രയെ അപഹരിച്ചുകൊണ്ട് പോകണം. യു ഷുഡ് കിഡ്നാപ്പ് ഹർ. കിഡ്നാപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി അതല്ല, ബട്ട് യു ഷുഡ് എസ്കേപ്പ്. നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അപ്പോ സുഭദ്ര പറഞ്ഞു, അത് ബലരാം ദാവുജി, അതായത് ചേട്ടൻ അറിഞ്ഞ പ്രശ്നമാകത്തില്ല. അപ്പം ഭഗവാൻ അതെല്ലാം ഞാൻ ഏറ്റു, നിങ്ങൾ പോയിക്കാം. അപ്പൊ അങ്ങനെ ഭഗവാൻ ഒരു അറേഞ്ച് ചെയ്തു. ഒരു രേവതക മൗണ്ടൻസ്, അവിടെ ഒരു ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അപ്പം അർജുനന്റെ അടുത്ത് പറഞ്ഞു, അവിടെ വരണം, രഥത്തിൽ വരണം, സുഭദ്രയെ അപഹരിച്ചുകൊണ്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ
സുഭദ്രയെ കൊണ്ടുപോയി. അപ്പോൾ ലോങ് സ്റ്റോറി ഷോർട്ട്, നമുക്കറിയാം എന്താ സംഭവിച്ച്. ബലരാമൻ യുദ്ധം ചെയ്യാൻ പോയി. പക്ഷെ ഭഗവാൻ അത് ബലരാമനെ പറഞ്ഞ് എന്താ കോംപ്രമൈസ് ചെയ്യിപ്പിച്ചു. അവസാനം ബലരാമൻ സമ്മതിച്ചു. അതെല്ലാം നമുക്കറിയാം സ്റ്റോറി. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ടെന്ന് പറഞ്ഞാൽ സുഭദ്ര ഇവിടെ വന്നു, ഇവിടെ കൊട്ടാരത്തിൽ വന്നു. അപ്പം ഇവരുടെ ഒരേ ഒരു പത്നി എന്ന് പറയുന്നത് ഏറ്റവും എന്താ പറയുന്ന രാജപത്നി എന്ന് പറയുന്നത് ദ്രൗപദിയാണ്. അപ്പോ ദ്രൗപദി അറിഞ്ഞു അർജുനൻ ഇങ്ങനെ സുഭദ്രയെ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവന്നു. പക്ഷെ സുഭദ്ര ആരാണെന്ന് ദ്രൗപദിക്ക് അറിയില്ല. എന്തോ കേട്ടില്ല. ഹലോ, വോയിസ് ബ്രേക്ക് ആയി, ഞാൻ കേട്ടില്ല. എന്താണ് പറഞ്ഞത്? രാജപത്നി എന്ന് പറഞ്ഞ കുന്തി മഹാറാണിയല്ലേ? രാജമാതാവാണ് കുന്തി ദേവി. പക്ഷെ പ്രൈമറി ക്യൂൻ എന്ന് പറയുന്നത് രാജപത്നി എന്ന് പറയുന്നത് ദ്രൗപദിയായിരുന്നു. അപ്പൊ ദ്രൗപദി അറിഞ്ഞു അർജുനൻ ഇങ്ങനെ സുഭദ്രയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു. അപ്പം ദ്രൗപദി ഒബ്വിയസ്ലി കുറച്ച് വിഷമമുണ്ടാവും. കാരണം ദ്രൗപദിയുടെയും ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്ന അർജുനനാണ്. അത് നോർമലി മെറ്റീരിയൽ ഇഷ്ടമല്ല. കാരണം രണ്ടുപേരും നേരത്തെ പറഞ്ഞു, രണ്ടുപേരും ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഡിവോട്ടീസ് ആയതുകൊണ്ട് ആ ഒരു സ്പിരിച്വൽ കണക്ഷനും ദ്രൗപദിയും അർജുനനും തമ്മിലുണ്ട്. അപ്പോൾ ദ്രൗപദി കുറച്ച് അപ്സെറ്റായി, ഇങ്ങനെ ഒരു സുഭദ്രയെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് അറിഞ്ഞപ്പോഴത്തേന്. അപ്പോ ദ്രൗപദിയെ എങ്ങനെ ഒരേ ഒരു രീതിയിൽ മാത്രമേ ദ്രൗപദിയെ സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ. അത് ഭഗവാനുമായി എന്തെങ്കിലും രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ്രൗപദി ഹാപ്പിയാവും. അത് അർജുനന് നന്നായിട്ട് അറിയാം. കാരണം എല്ലാം ദ്രൗപദി ഭഗവാനുമായിട്ടാണ് കണക്ട് ചെയ്ത് കാണുന്നത്. അപ്പം അർജുനനറിയാം ഭഗവാനുമായി എന്തെങ്കിലും രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ്രൗപദി ഹാപ്പിയാവും. അപ്പം അർജുനൻ സുഭദ്രയുടെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു ഗോപിയുടെ വസ്ത്രം, അതായത് ഒരു കവേർഡ് ഗേൾ, ഒരു ഗോപിയുടെ വസ്ത്രം ധരിച്ചിട്ട് ദ്രൗപദിയുടെ അടുത്ത് പോയി ദ്രൗപദിയുടെ സെർവൻ്റ് ആയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പൊ സുഭദ്ര ഒരു ഗോപിയുടെ വസ്ത്രം ധരിച്ച് ദ്രൗപദിയുടെ ചേംബറിലോട്ട് പോകും. ഈ ഗോപിയുടെ വസ്ത്രം കാണുമ്പോൾ തന്നെ ദ്രൗപദിക്ക് ആരും ഓർമ്മ വരും? ഭഗവാൻ ഓർമ്മ വരും. കാരണം ഭഗവാന്റെ ഡിവോട്ടി അല്ലെങ്കിൽ ഭഗവാന്റെ ഗോപികമാരുടെ വസ്ത്രം കാണുമ്പോഴേ ഓട്ടോമാറ്റിക്കലി ഭഗവാൻ ഓർമ്മ വരും. അപ്പം ദ്രൗപദി ഇങ്ങനെ ചോദിച്ചു, ആരാണ് നിന്നെ കാണുമ്പോൾ എനിക്ക് ഭഗവാൻ ഓർമ്മ വരും എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറയുന്നത്, ഞാൻ സുഭദ്രയാണ്. അതോടൊപ്പം തന്നെ പറഞ്ഞു, ഞാൻ സുഭദ്രയാണ്, ഞാൻ ഭഗവാന്റെ കൃഷ്ണന്റെ സിസ്റ്റർ ആണെന്ന് പറയും. സുഭദ്രയാണ് ഭഗവാന്റെ സിസ്റ്റർ ആണെന്ന് പറഞ്ഞത് കൂടി എല്ലാ ദേഷ്യവും, കംപ്ലീറ്റ് വിദ്വേഷവും എല്ലാം മറന്ന് എംബ്രേസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പം പറഞ്ഞു വന്നത്, എന്തെല്ലാം മെറ്റീരിയൽ കോൺഫ്ലിക്ട്സ് അല്ലെ എന്തെല്ലാം മെറ്റീരിയൽ ഇതുണ്ടെങ്കിലും ഭഗവാൻ അത് പ്രഭുപാദ് പറയുന്നത്, യു ഷുഡ് കീപ് കൃഷ്ണ ഇൻ ദ സെന്റർ. നമ്മൾ ഭഗവാനെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും നടുക്ക് വരുത്തുമ്പോൾ ആ കോൺഫ്ലിക്ട്സ്, ആ പ്രശ്നങ്ങളെല്ലാം മാറും എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സാമ്പിൾ പറയുന്നത് എന്തുമാത്രം ഭഗവാനിൽ ഈ ദ്രൗപദി അല്ലെങ്കിൽ ഇതുപോലെ ഡിവോട്ടീസ് ഭഗവാനിൽ എന്തുമാത്രം അവർ അട്രാക്റ്റഡ് ആണ്. അവരുടെ സ്വന്തം താല്പര്യങ്ങളെല്ലാം എത്ര പെട്ടെന്നാണ് നശിച്ചു പോകുന്നത് ഭഗവാനിലേക്ക് അട്രാക്റ്റഡ് ആകുമ്പോൾ, അല്ലെ? അതായത് ഈ ഭഗവാൻ തന്നെ തൻ്റെ ഈ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പം റൂൾസ് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത്, ഭഗവാൻ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ തൻ്റെ റൂൾസ് ബ്രേക്ക് ചെയ്യാറുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ടോപ്പ് പ്രയോറിറ്റി ഭക്തന്മാരാണ്. ബാക്കിയെല്ലാം അതിനുശേഷമേ വരത്തുള്ളൂ. നമ്മൾ അറിയാം, മഹാഭാരതത്തിലെ
ഒരു സിറ്റുവേഷൻ, അതായത് ആം, ഭീഷ്മരുമായിട്ട് എന്താ യുദ്ധം ചെയ്യുമ്പോൾ ഭഗവാൻ ഒരു സമയത്ത് ഭീഷ്മര് അർജുനനെ ഏകദേശം വധിക്കാറായി. കാരണം ഭീഷ്മര് ഒരു കാരണവശാലും പാണ്ഡവരുടെ അടുത്ത് യുദ്ധം ചെയ്യില്ല എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. പക്ഷേ ഭീഷ്മര് കൗരവരെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്ന വാക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഭീഷ്മർക്ക് ഒരു തരത്തിലും ഒരു രക്ഷയില്ലാതെ. കാരണം ഭീഷ്മർ ഒരു കാരണവശാലും പാണ്ഡവരുടെ അടുത്ത് യുദ്ധം ചെയ്യുന്നില്ല, ഭീഷ്മർ മറ്റുള്ളവരുടെ അടുത്താണ് യുദ്ധം ചെയ്യുന്നത്. അത് ദുര്യോധന മനസ്സിലായി. കാരണം ഭീഷ്മര് പാണ്ഡവരെ കൊല്ലാൻ കഴിയില്ല, മനസ്സുകൊണ്ട് അവരുടെ അടുത്ത് ഭയങ്കരമായ സ്നേഹമാണെന്ന് മനസ്സിലാക്കിയിട്ട് ദുര്യോധനൻ ഭീഷ്മരെ ഒരുപാട് ഇൻസ്റ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താ അദ്ദേഹത്തിനെ കളിയാക്കുന്നില്ല, ഒരു കറക്റ്റ് വേർഡ് കിട്ടുന്നില്ല, അദ്ദേഹത്തിനെ പ്രകോപിപ്പിക്കും. എങ്ങനെ പ്രകോപിപ്പിക്കും? നിങ്ങള് എന്റെ ആഹാരം കഴിച്ചിട്ട്, പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടം പാണ്ഡവരുടെ അടുത്താണ്, ഞാനാണ് രാജാവ്, എന്റെ കീഴിലാണ് നിങ്ങളുള്ളത്. ആരുടെ അടുത്താ പറയുന്നത്? ഭീഷ്മരുടെ അടുത്ത് പറയും. നിങ്ങളൊരു ക്ഷത്രിയനെ അല്ല, നിങ്ങൾ വാക്ക് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ പ്രതിജ്ഞ എടുത്തിട്ടുള്ളത്, ഭീഷ്മർ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ പ്രതിജ്ഞ എടുത്തവനെന്നാണ്. പക്ഷെ നിങ്ങളുടെ പ്രതിജ്ഞ നിങ്ങൾ ഒരിക്കലും പാലിക്കുന്നില്ല, നിങ്ങളൊരു ഒരു ക്ഷത്രിയനെ അല്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ പ്രകോപിപ്പിക്കും. അപ്പം ഭീഷ്മര് അവസാനം ഒരു രക്ഷയില്ലാതെ അദ്ദേഹം പറയും, ശരി, എങ്കിൽ ഇന്ന് ഞാൻ അർജുനനുമായി യുദ്ധം ചെയ്യും, അതിൽ അർജുനനെ ഞാൻ കൊല്ലും എന്ന് പറയും. അങ്ങനെ ഭയങ്കരമായ യുദ്ധത്തില് അർജുനന് ഒരു കാരണവശാലും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം എന്താണ് കേട്ടില്ല? അർജുനനെ ഭീഷ്മര് ഏകദേശം വധിക്കാറായി. കാരണം പ്രഭുപാദ് പറയുന്നത് 25,000 അർജുനന്മാരുടെ ശക്തിയാണ് ഭീഷ്മർക്ക് എന്ന് പറയുന്നത്. 25,000 അർജുന ഈസ് വൺ ഭീഷ്മ. അപ്പം ഈസിലി ഭീഷ്മർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് മഹാഭാരത യുദ്ധം തീർക്കാൻ പറ്റും, അത്രയ്ക്ക് ശക്തിമാനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഭീഷ്മർക്ക് അത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗ്രാൻഡ് സൺസ് ആണ് ഈ പാണ്ഡവന്മാർ. അപ്പൊ അങ്ങനെ, പക്ഷേ ഈ ദുര്യോധനന്റെ ഈ വാക്കുകൾ കൊണ്ട് ഏറ്റവും മനസ്സ് വേദനിച്ചാണ് അർജുനന്റെ അടുത്ത് യുദ്ധം ചെയ്തത്. അപ്പോൾ ഒരു സമയത്ത് അർജുനൻ വധിക്കപ്പെടുമെന്ന് ഭഗവാൻ മനസ്സിലായപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ രഥത്തിൽ നിന്ന് ചാടി ഇറങ്ങി ഈ അവിടെ കിടന്ന ഒരു തടിക്കഷ്ണം എന്ന് പറഞ്ഞാൽ ശരിക്കും രഥത്തിന്റെ ഒരു പാർട്ടാണ്, അതിന്റെ വീലാണ്. അത് പൊട്ടിയ ഒരു രഥത്തിന്റെ വീല് എടുത്തുകൊണ്ട് ഭീഷ്മരെ കൊല്ലാനായിട്ട് ഓടി എന്നാണ് പറയുന്നത്. അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആചാര്യന്മാർ ഒരു കൊമന്ററി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ ചാടി ഇറങ്ങി ഭീഷ്മരെ കൊല്ലാൻ പോയത്? ഒന്നാമത്തെ കാര്യം, ഭഗവാൻ വാക്ക് കൊടുത്തിട്ട്, എന്ത് വാക്കാണ് കൊടുത്തിട്ടുള്ളത് ഭഗവാൻ? ഞാൻ ഒരു കാരണവശാലും യുദ്ധം ചെയ്യില്ല, ഒന്നാമത്തെ വാക്കാണ്. രണ്ടാമത്തെ എന്ന് പറയുന്നത്, ഒരു തേരാളി, അത് അർജുനന്റെ തേരാളിയാണല്ലോ ഭഗവാൻ, ഒരു തേരാളി ഒരു കാരണവശാലും യുദ്ധം ചെയ്യാൻ പാടില്ല. രണ്ടാമത്തേത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിൻ അല്ലെങ്കിൽ മെയിൻ സോൾജിയർ, അതായത് അർജുനനാണല്ലോ മെയിൻ സോൾജിയർ. അദ്ദേഹം യുദ്ധം ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഈ കുതിരയെ വിട്ടിട്ട് ഓടാൻ പാടില്ല. കാരണം കുതിരയെ വിട്ട് ഓടിക്കഴിഞ്ഞാൽ അത് ഈ മെയിൻ സോൾജിയർ അർജുനന് ജീവൻ അപായപ്പെടുത്തുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് യുദ്ധത്തിൽ. അത് പോരാഞ്ഞിട്ട് ഭഗവാൻ സ്വന്തമായി വാക്ക് കൊടുത്തിട്ടുള്ളതാണ്. എന്താണ്? ഞാൻ ഒരു കാരണവശാലും യുദ്ധം ചെയ്യില്ല, ആയുധം എടുക്കില്ല. അപ്പൊ ആചാര്യന്മാർ പറയുന്നത്, എന്തുകൊണ്ടാണ് ഭഗവാൻ ഈ ആയുധം എടുത്തത്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഭഗവാന്റെ ഭക്തന്മാർക്ക് എന്തെങ്കിലും ആപത്ത് വരും എന്ന് പറഞ്ഞാൽ
വരുന്ന എന്നുള്ള സിറ്റുവേഷനിൽ ഭഗവാൻ എല്ലാ റൂൾസും മറക്കും, എല്ലാ റൂൾസും ബ്രേക്ക് ചെയ്യും. ഒന്ന്. രണ്ടെന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഭഗവാൻ ഈ പൊട്ടിയ ഈ അതിന്റെ പേരെന്ന് രഥാംഗപാണി എന്നാണ് ഭഗവാൻ അതിനുശേഷം പേര് വന്നത്. കാരണം എന്താ, രഥത്തിന്റെ ഒരു പാർട്ട്, അതായത് അതിന്റെ ഒരു വീൽ, അതെടുത്തിട്ടാണ് ഭീഷ്മരെ കൊല്ലാൻ പോയത്. എന്തുകൊണ്ടാണ് ഭഗവാൻ ഇതെടുത്തത്? ഭഗവാന്റെ ഒരു ആയുധം ഉണ്ടല്ലോ, അത് ഭഗവാൻ എന്തുകൊണ്ട് എടുത്തില്ല? ഭഗവാന്റെ ആയുധം എന്താണ്? സുദർശന ചക്രം. സുദർശന ചക്രം. ഭഗവാൻ ഈസിലി സുദർശന ചക്രം ഇൻവോക്ക് ചെയ്യാറുന്നല്ലോ, എന്തുകൊണ്ട് ഭഗവാൻ ചെയ്തില്ല? അവിടെ ആചാര്യന്മാരൊരു കമന്ററി പറയുന്നുണ്ട്, മഹാഭാരത താല്പര്യ ചന്ദ്രികയിലാണെന്ന് തോന്നുന്നു, ഞാനൊരു ലെക്ചറിൽ കേട്ടതാണ്. പറയുന്നത് ഭഗവാൻ ഭീഷ്മര് അർജുനനെ വധിക്കാനായിട്ട് പോയപ്പോ, അതായത് അർജുനൻ വധിക്കപ്പെടും എന്നുള്ള സിറ്റുവേഷനിൽ എത്തിയപ്പോ ഭഗവാൻ തന്നെ ആങ്സൈറ്റിയിലായി എന്നാ പറയുന്നത്. കൃഷ്ണ ബിക്കം ഗ്രേറ്റ്ലി ആങ്ഷ്യസ്. ഭഗവാൻ ഏറ്റവും ആങ്ഷ്യസ് ആയി, ഭഗവാൻ തന്നെ മറന്നുപോയി താൻ ഭഗവാനാണെന്നുള്ള കാര്യം. അപ്പൊ എന്ത് സംഭവിച്ചു? തനിക്കൊരു സുദർശനമുണ്ടെന്നും ആ സുദർശനം ഇൻവോക്ക് ചെയ്യണമെന്നുള്ള കാര്യം പോലും ഭഗവാൻ മറന്ന്, ഭഗവാൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ ചാടി ഇറങ്ങി അവിടെയുള്ള ഏതോ ഒരു ആയുധം, കൈ കിട്ടിയ എന്ന് പറയത്തില്ലേ, കൈ കിട്ടിയ ആയുധം അതെടുത്തുകൊണ്ട് പോയെന്നാ പറയുന്നത്. ആചാര്യന്മാരുടെ കമന്ററിയാണ്. അതായത് തൻ്റെ ഭക്തൻ എന്തെങ്കിലും സംഭവിക്കും. കാരണം അതാണ് ഭഗവാനും ഭക്തൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്. ഭഗവാൻ പറയുന്നില്ലേ, ഏതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്? അഹം ഭക്ത പരാധീനോ ഹി അസ്വതന്ത്ര ഇവദ്വജ. എന്താ പറയുന്നത്? അത് ആരുടെ പറയുന്നത്? ദുർവാസ മഹർഷിയുടെ പറയുന്നത്. ഭഗവാൻ പറയുന്നത് അഹം ഭക്ത പരാധീനോ, ഞാൻ ഭക്തന്മാരുടെ പരാധീനൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? കീഴിലാണ്. കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ആണ്. പ്രഭാത് പറയുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഒരു കുട്ടി എങ്ങനെയാണോ അമ്മയെ ഡിപ്പെൻഡന്റ് ആയിരിക്കുന്നത്, അല്ലേ? ആഹാരം, പാല് വേണമെങ്കിൽ അമ്മ കൊടുത്താലേ പാല് കുടിക്കാൻ പറ്റുള്ളൂ. ഇനി വല്ല എറുമ്പ് വല്ലതും കടിക്കുകയാണെങ്കിൽ അമ്മ അത് മാറ്റി കൊടുത്താലേ പറ്റുള്ളൂ. ഇനി ഡയപ്പർ മാറണമെങ്കിൽ അതും എല്ലാം അമ്മ തന്നെ ചെയ്യണം, സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് അപ്പോൺ മദർ. അഹം ഭക്ത പരാധീനോ ഹി അസ്വതന്ത്ര ഇവദ്വിജ. അസ്വതന്ത്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും സ്വാതന്ത്ര്യമല്ല എന്നാ ഭഗവാൻ പറയുന്നത്. എവിടെ? ഭാഗവതി പറയുന്നത്. അതേ ഭാഗവത്തിൽ ഫസ്റ്റ് ശ്ലോകത്തിൽ ഭഗവാൻ എന്താ പറയുന്നത്? ജന്മാദസ്യ അതോ അന്വയാത് ഇതരതശ്ചാർത്ഥേഷു അഭിജ്ഞഃ സ്വരാട്. സ്വരാട് എന്ന് പറഞ്ഞാല് ഫുള്ളി ഇൻഡിപെൻഡന്റ്, അല്ലെ? കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആണ്. അതേ സ്വരാട് ആയിട്ടുള്ള ഭഗവാൻ ഈ ശ്ലോകത്തിൽ ഭാഗവത്തില് വരുമ്പോഴത്തേന്, അംബരീഷ് മഹാരാജന്റെ ഇതിൽ വരുമ്പോഴത്തേന് പറയുന്നത് കംപ്ലീറ്റ്ലി കോൺട്രഡിക്ഷൻ ആണ്. അതാ നേരത്തെ പറഞ്ഞത്, ഭഗവാൻ തന്റെ വാക്കുകളും തന്റെ എല്ലാം മാറ്റും. ആർക്ക് വേണ്ടിയിട്ട്? ഭക്തന്മാർക്ക് വേണ്ടിയിട്ട്. എന്താണ് പറയുന്നത്? ഹി അസ്വതന്ത്ര ഇവദ്വിജ, അല്ലെ? ഞാൻ ഒരു തരത്തിലും സ്വതന്ത്രനല്ല, എനിക്ക് ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യമില്ല. എന്താണ് പിന്നെ പറയുന്നത്? സാധുവീർ ഹൃദയർബദ്ധേ, അല്ലെ? ഞാൻ എങ്ങനെയാണ്? എന്നെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ആരുടെ ഹൃദയത്തിൽ? സാധുവീർ ഹൃദയർ ബദ്ധേ, എന്നെ ബന്ധിച്ചിരിക്കുകയാണ്. സാധു എന്നാൽ ഭക്തന്മാരുടെ ഹൃദയത്തിൽ എന്നെ പൂട്ടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ കൈകളും കാലും എല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ്. ആരുടെ ജയിലിലാണ്? ഭക്തന്റെ ഹൃദയമാകുന്ന ജയിലിൽ എന്നെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഭക്തേർ ഭക്തജനപ്രിയ, ഭക്തന്മാരെ വിടും. എൻ്റെ ഭക്തന്മാരെ പോലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ശ്ലോകമാണ്. അതുപോലെ അതിന്റെ 2 ശ്ലോകം കഴിഞ്ഞിട്ട് മയി നിർബദ്ധ ഹൃദയ സാധവ സമദർശിനഃ വശേ കുർവന്തി മാം ഭക്ത്യാ സസ്ത്രിയാം സത്പതിം
യഥാ. എങ്ങനെയാണോ ഒരു വശേ കുറുവന്തി മാം ഭക്തിയ, ഭക്തി കൊണ്ട് എന്നെ വശീകരിച്ചു വെച്ചിരിക്കുകയാണ്. ആര്? ഹെവി വേർഡ്സ് ആണ് ഭാഗത്തിൽ ഉപയോഗിക്കുന്നത്, ഹെവി വേർഡ്സ്. എന്നെ വശേ കുറുവന്തി മാം ഭക്തിയ, എന്നെ വശീകരിക്കുക എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്ത് എന്നെ ഇൻഫ്ലുവൻസ് ആക്കി മയക്കി വെച്ചിരിക്കുന്ന പറയുന്നത്, ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? വശേ കുറുവന്തി മാം ഭക്തിയ സത് സ്ത്രീയാം സത് പതിം യഥ. ഒരു ചേസ്റ്റ് ആയിട്ടുള്ള ഒരു വൈഫ് തന്റെ ഹസ്ബൻഡിനെ എങ്ങനെയാണോ വശപ്പെടുത്തി വെച്ചിരിക്കുന്നത്, കാരണം ആ വൈഫ് പറയുന്ന എല്ലാം ഹസ്ബൻഡ് ചെയ്യും, അല്ലെ? അത് മേടിച്ചു തരണം എന്ന് പറഞ്ഞാൽ മേടിച്ചു തരും, ഇത് മേടിക്കണം എന്ന് പറഞ്ഞാൽ അത്. എങ്ങനെയാണോ വളരെ ചേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ തന്റെ ഭർത്താവിനെ കംപ്ലീറ്റ്ലി വശീകരിച്ചു വെച്ചിരിക്കുന്നത്. വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ഭഗവാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ മൈ നിർബദ്ധ ഹൃദയ, എന്റെ ഹൃദയത്തിൽ നിർബന്ധമായും എന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇങ്ങനത്തുള്ള സ്ട്രോങ് വേർഡ്സ് ഭഗവാൻ ഉപയോഗിക്കുന്നുണ്ട് ഭാഗവത്തിൽ. അപ്പം പറയുന്നതിനാല് ഇങ്ങനെയുള്ള ഭക്തന്മാരുള്ളപ്പോ എനിക്ക് എൻ്റെ വാക്കുകളൊന്നും പാലിക്കാനേ പറ്റില്ല, എനിക്ക് കൃഷ്ണനായിട്ടിരിക്കാനേ പറ്റില്ല. ഞാനൊരു സാധാരണ മനുഷ്യനായി കംപ്ലീറ്റ്ലി ഞാൻ റെഡ്യൂസ് ആയി പോകുമെന്ന് ഭഗവാൻ പറയുന്നു. അപ്പോ അതാണ് ആചാര്യന്മാര് ടീക്കയിൽ പറയുന്നത്. എന്താണ്? അങ്ങനെ തൻ്റെ ഭക്തന് ഒരു ആപത്ത് വരും എന്ന് വിചാരിക്കുമ്പോൾ എന്താണ്, ഭഗവാൻ അല്ലാതായി മാറുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സാധാരണ മനുഷ്യനായി മാറിയത് കൊണ്ട് ഭഗവാന് തന്റെ സുദർശനത്തിനെ പോലും ഇൻവോക്ക് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ നമ്മൾ സാധാരണ കാണില്ലേ, നമ്മൾ എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ നമ്മൾ കൈ ചുറ്റും നോക്കിയിട്ട് കൈ കാണുന്ന എന്തെങ്കിലും വടി എടുത്തിട്ട് അടിക്കാനൊക്കെ പോകും. സെയിം തിങ് ആണ് ഭഗവാൻ ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ പ്രഭു പെട്ടെന്ന് നരസിംഹമായിട്ട് ചാടി വന്നതും ഒക്കെ. എക്സാക്ട്ലി. ഇനി ഇതിലൊരെണ്ണം കുന്തി മഹാറാണി പറയുന്നത് എന്താ? കുന്തി മഹാറാണി പറയുന്നത് എന്താണ്? ഗോപ്യാതേ ത്വയി കൃതാഗതി ധാമതാവത് തത്തേ ദശാശ്രു കലിലാഞ്ജന സംഭ്രമാക്ഷം വക്ത്രം നിനീയ സമഭാവനയാ സദസ്യ സാമാം വിമോഹയതിഭിർ അഭിയത് വിഭേദി. ഈ ഗോപി എന്ന ഒരു സാധാരണ ഗോപി. ആരാണ് സാധാരണ ഗോപി? യശോദ. ഈ യശോദ ഭഗവാനെ പിടിച്ച് കെട്ടാൻ പോയപ്പോഴത്തേന് എന്താ പറ്റുന്നത്? കലിലാഞ്ജന സംഭ്രമാക്ഷം, ഭഗവാന്റെ കണ്ണില് സംഭ്രമാക്ഷം. സംഭ്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അർത്ഥം പേടി, അല്ലെ? ഭയചകിതനായി. എക്സാക്ട്ലി, താങ്ക് യു പ്രഭു. സംഭ്രമാക്ഷം, വക്ത്രം നിനീയ ഭയഭാവന, മറന്നുപോയി. സാമാം വിമോഹതി. എനിക്കിത് കണ്ടിട്ട് എന്താവുന്നു? വിമോഹയതി. സാമാം വിമോഹയതി വിഭേദി. സ്വയം ഭയം പോലും ഭയപ്പെടുന്ന ഭഗവാൻ ഈ ഒരു സാധാരണ ഗോപിയെ കണ്ടിട്ട് വക്ത്രം നിനീയ ഭവഭാവന സാമാ വിമോഹി, ഈ കണ്ണ് നിറഞ്ഞ് ഇത്രയും ഗദ്ഗതമായിട്ട് നിന്ന് മാത്രമല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എങ്ങനെ മനസ്സിലായി ഭഗവാന് ഭയം ഉണ്ടാകുന്നെന്ന്? ഭഗവാൻ അല്ലാതെ ഒരു സാധാരണ കുട്ടിയായി മാറുന്ന എപ്പോഴാണ്? ഒരു ഭയം ഉണ്ടായി. ആ ഭയം ഏറ്റവും കൂടുതൽ കണ്ടത് കണ്ണിലാണ്, അല്ലേ? ദശാശ്രു കലിലാഞ്ജന സംഭ്രമാക്ഷം. സംഭ്രമാക്ഷം എന്ന് പറഞ്ഞാല് പേടിയുള്ള ഭയചകിതനായുള്ള കണ്ണുകൾ. അതാണ് സത്യവ്രത മുനി ഈ ശ്ലോകത്തില്, ദാമോദര അഷ്ടകത്തില് ഒരു ശ്ലോകം പറയുന്നുണ്ട്. എന്താണ്? മുഹൂർനേത്ര യുഗ്മം ഋജന്തം കരാംബോജ യുഗ്മേന സ ആതങ്ക നേത്രം എന്ന് പറയുന്നുണ്ട്. ആതങ്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ടെറർ. എക്സാക്ട്ലി. അതുകൊണ്ടാണ് ആതങ്കവാദി എന്നൊക്കെ കേട്ടിട്ടില്ലേ നമ്മള് ഹിന്ദിയിൽ? ആതങ്ക നേത്രം. ടെററും ഫിയറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയമാണ്, ടെറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണഭയമാണ്, അല്ലേ? സത്യവ്രത മുനി പറയുന്നത് ഭഗവാന്റെ കണ്ണിലേക്ക് നോക്കിയിട്ടാണ് പറയുന്നത്. മറ്റുള്ള നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഒരാളുടെ ശരിക്കുള്ള ഫീലിങ്സ് നമുക്ക് അറിയാൻ പറ്റുന്ന ആളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ അയാൾക്കറിയാം അയാൾ സന്തോഷവാനാണോ, അയാൾ പേടിയുള്ള ആളാണോ, അയാളുടെ മൂഡ് എന്താണെന്ന് മിക്കവാറും കണ്ണിൽ നോക്കിയാൽ പറയാൻ പറ്റും. ഇവിടെ സത്യവ്രത മുനിയും അതാണ് പറയുന്നത്. ഋതന്തം മുഹൂർനേത്ര യുഗ്മം ഋജന്തം കരാംബോജ യുഗ്മേന സ ആതങ്ക നേത്രം. ആ നേത്രം കണ്ടാൽ അറിയാം അല്ല ഒറിജിനൽ ഭയമുണ്ട്. സാധാരണ ഭഗവാൻ ആക്ട് ചെയ്യുന്നതല്ല. സെയിം തിങ്
കുന്തി മഹാറാണിയും പറയുന്നു. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് വെച്ചാൽ ഭഗവാന്റെ ഭക്തന്മാരുടെ കൺട്രോളിൽ വരുമ്പോൾ ഭഗവാൻ അല്ലാതെ ആകുന്നു. ഭഗവാന്റെ ആ ക്വാളിറ്റി എല്ലാം ഭഗവാൻ എന്ത് ചെയ്യുന്നു? പൂട്ടിവെക്കും. ആരെ പൂട്ടിവെക്കുന്ന? യോഗമായ ഭഗവാന്റെ ആ ക്വാളിറ്റീസ് എല്ലാം. കാരണം ഭഗവാൻ അതാണ് ആഗ്രഹം. ഭഗവാൻ ഭക്തന്മാരുമായിട്ട് പാസ് ടൈം ചെയ്യുമ്പോൾ എന്താ യോഗമായക്ക് ഭഗവാന്റെ കൺട്രോൾ കൊടുക്കും. എന്നെ കുറച്ച് നേരത്തേക്ക് ഭഗവാൻ അല്ലാതാക്കി. കാരണം ഐ എം ഗോയിങ് ടു പ്ലേ വിത്ത് മൈ ഡിവോട്ടീസ്, ഐ എം ഗോയിങ് ടു ബി വിത്ത് മൈ ഡിവോട്ടീസ്, ഐ ഡോണ്ട് വോണ്ട് ടു ബിക്കം എ ഗോഡ്. എനിക്കൊരു ഭഗവാനായിട്ടിരിക്കേണ്ട, എനിക്ക് ആ ഒരു പാസ് ടൈമിൽ ഞാനൊരു സാധാരണ മനുഷ്യനായിട്ടിരുന്നാൽ മതി. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ പാസ് ടൈം വളരെ ചെറിയൊരു പാസ് ടൈമാണ്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ആസ്പെക്ട്സ് നമുക്ക് കാണാൻ പറ്റും, ഒരുപാട് തലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ കണ്ടു? ഒന്നെന്ന് പറയുന്നത്, എങ്ങനെയാണ് ഒരു മോറൽ ആൻഡ് എത്തിക്കൽ കോൺഫ്ലിക്റ്റ് ഈസി ആയിട്ട് ഇവിടെ നമുക്ക് സോൾവ് ചെയ്തു. എങ്ങനെ സോൾവ് ചെയ്തു? കാരണം എല്ലാവരും ഡിവോട്ടിയായി, എല്ലാവരുടെയും ഒരേ ലക്ഷ്യം ഭഗവാനെ പ്ലീസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് പാണ്ഡവരെല്ലാവരും ഭഗവാനെ പ്ലീസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഭഗവാന്റെ വാക്ക് പോലും തെറ്റിച്ച് ഈവൻ ഒരു ഹയർ വിസ്ഡം, ഒരു ഉന്നതമായ ഒരു വിസ്ഡം എങ്ങനെ അവർക്ക് ലഭിച്ചു? കാരണം എൻഡ് ഓഫ് ദ ഡേ ഭഗവാൻ എങ്ങനെ പ്ലീസ് ചെയ്യണം എന്ന് അവർക്കറിയാം. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് അർജുനനും ദ്രൗപദിയും ഭഗവാന്റെ പരമമായ ഭക്തന്മാരുടെ ക്വാളിറ്റീസ് എങ്ങനെ റെപ്രസെന്റ് ചെയ്തു? ആ ഭഗവാന്റെ പരമമായ ഭക്തനായാൽ എങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവരെയും ഭഗവാനിലൂടെ കാണാൻ കഴിയും? അല്ലെങ്കിൽ യോമാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി. എന്നെ എല്ലാവരിലും കാണുന്നു, എല്ലാവരും എന്നിലെയും കാണുന്നു. തസ്യാഹം ന പ്രണശ്യാമി. അങ്ങനെയുള്ള ആള് എനിക്കൊരിക്കലും നഷ്ടപ്പെടില്ല, അയാൾക്കും എന്നെ നഷ്ടപ്പെടില്ല എന്ന് ഭഗവത്ഗീതയെ പറയുന്നു, അല്ലെ? അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഭഗവാന്റെ ഭക്തനായി കഴിഞ്ഞാൽ എല്ലാ ക്വാളിറ്റീസും ഏതാണ്? ഭാഗവത്തിലെ ശ്ലോകം പറയുന്നു, ഭഗവാന്റെ ഭക്തി ലഭിച്ചു കഴിഞ്ഞാൽ എല്ലാ സുരന്മാരുടെയും അല്ലെങ്കിൽ ദേവഗണങ്ങളുടെയും ഗുണങ്ങൾ ലഭിക്കും എന്നാ പറയുന്നു, അല്ലേ? ശ്ലോകം ഞാൻ മറന്നുപോയി. ഭഗവാന്റെ ഭക്തനായി കഴിഞ്ഞാൽ എല്ലാ ഡെമിഗോഡ്സിന്റെയും ഗുണങ്ങൾ ലഭിക്കും എന്നാണ്. സുരേ ഗുണഹ, ആ ഗുണങ്ങളെല്ലാം ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു പാസ് ടൈം നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈവൻ ദോ ഭഗവാൻ കൊല്ലാൻ പറഞ്ഞിട്ടും ദ്രൗപദി അത് ആ ഒരു ഏറ്റവും കമ്പാഷനേറ്റ് ആയിട്ടുള്ള, ഏറ്റവും മെച്യൂർഡ് ആയിട്ടുള്ള, ഏറ്റവും ഹൈ ലെവൽ കോൺഷ്യസ്നെസ് ഡെവലപ്പ് ചെയ്തു. അതിൽ നിന്ന് ആ ഒരു കമ്പാഷനേറ്റ്, ഏറ്റവും ഉചിതമായ ഒരു തീരുമാനത്തിലെത്തുകയും എല്ലാവരും ആ തീരുമാനത്തിനോടൊപ്പം നിൽക്കുകയും അവസാനം നമ്മൾ മനസ്സിലാക്കി എങ്ങനെയാണ് ഈ അശ്വത്ഥമാവിനെ ശിക്ഷിക്കുന്നത്. അദ്ദേഹത്തിനെ വേണ്ട രീതിയിൽ ശിക്ഷിച്ചു, പക്ഷെ അദ്ദേഹത്തിനെ വധിക്കാതെ വിടുകയും ഏറ്റവും പ്രോപ്പറായ രീതിയിൽ, ഉചിതമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനും എക്സിക്യൂട്ട് ചെയ്യാനും എങ്ങനെ സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലായി. ഇതാണ് ഞാൻ കുറച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തെങ്കിലും കോമൻസ് ഉണ്ടെങ്കിൽ പറയുക, എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ പറയുക. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ഗുരുക്കന്മാരുടെ കൃപയാണ്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി എൻ്റെ പോരായ്മയാണ്. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗ്രന്ഥരാഷ്ട്രീയ ഹരേ കൃഷ്ണ പ്രഭു. നല്ല ക്ലാസ് ആയിരുന്നു, നന്നായിട്ട് മനസ്സിലായി. അത്രയും നേരം പോയത് അറിഞ്ഞില്ല, അത്രയും സമയം പോയത് അറിഞ്ഞില്ല, വേറൊരു ലോകത്തായിരുന്നു. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ പ്രഭു. അതായത് ഭഗവാൻ കൂടെ ഉള്ളപ്പോ ഗോപന്മാർക്ക് പ്രഭു പറഞ്ഞത്, ഗോപന്മാർക്ക് അവർക്ക് ഭയമേ ഇല്ലായിരുന്നു. ഭഗവാൻ അവർക്ക് അവരുടെ ഹീറോ കൂടെ ഉണ്ടെന്നുള്ള തോന്നല്. പിന്നെ പ്രഭു, ഞാൻ ഒരു ക്ലാസ്സിൽ കേട്ടു, പ്രഭു ഫാദറോട് ആരോ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു സന്യാസിയല്ലേ, നിങ്ങൾ എങ്ങനെ കടലിനക്കരെ പോയെന്ന് ചോദിക്കുമ്പോ പ്രഭു ഫാദർ പറയുന്ന മറുപടി, ഞാൻ പോയില്ല, ഭാഗവതം പോയി. ഞാൻ ക്ലാസ് കേട്ടു. ഹരേ കൃഷ്ണ. ഹരി ബോൾ. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. Hare Krishna Prabhu. Hare Krishna. Thank you very much. Very wonderful class. As somebody, as Mataji told, like സമയം പോയത് അറിഞ്ഞില്ല.
ഇങ്ങനെ കേട്ടോണ്ടിരുന്നു. ഞാൻ അബുദാബിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ അത് സമയം നമ്മൾ ഡ്യൂട്ടിക്ക് പോകണം, പക്ഷെ ഐ വാസ് ജസ്റ്റ് ഗെറ്റിംഗ് ആൻഡ് എൻജോയിങ് യുവർ നെക്ടർ വാട്ട് യു ആർ ത്രോയിങ്. പിന്നെ പ്രഭു ഒരു കാര്യം പറഞ്ഞത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൃഷ്ണ ഇസ് ദ ബിഗ്ഗസ്റ്റ് മാച്ച് മേക്കർ യുനോ. അപ്പൊ ഞാൻ ഒരു അച്ഛനായ സ്ഥിതിക്ക് എനിക്കൊരു മോളുണ്ട്. അപ്പൊ എല്ലാ അച്ഛനമ്മമാർക്കും ഒരു വാക്ക് ഇതിന്റെ ഉള്ളിൽ, കൃഷ്ണ ഇസ് ദ ബിഗ്ഗസ്റ്റ് മാച്ച് മേക്കർ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാനുള്ള ഈ മാച്ച് മേക്കർ വേർഡിന്റെ ഉള്ളിൽ എന്താണെന്ന് വെച്ചാല്, ഇതേ സെയിം പാസ്റ്റം ദാറ്റ് വാട്ട് യു ടോൾഡ് അബൌട്ട് അർജുനാസ് മാരേജ് ടു ദ സുഭദ്ര, in connection to this one, ഇതിന് വേറൊരു മാച്ച് മേക്കർ കൃഷ്ണ ചെയ്തിട്ടുണ്ട്. കൃഷ്ണ ഇസ് എ സെൽഫ് മാച്ച് മേക്കർ വെൻ ഹി മാരീഡ് ടു രുക്മണി. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് എല്ലാം ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ഫീൽഡിംഗ് സെറ്റ് ചെയ്തിട്ടും കൃഷ്ണ രുക്മണീനെ പൊക്കിക്കൊണ്ട്, ഹരേ കൃഷ്ണ. സോറി പ്രഭു, ഇവിടെ ഒരു മിനിറ്റ്. അപ്പൊ കൃഷ്ണ രുക്മണീനെ പൊക്കി കൊണ്ടുപോകുന്നത് സിംഹത്തിന്റെ മാരിന്റെ ആയെന്നാണ് ഭാഗവതത്തിനുള്ളിൽ വർണ്ണിക്കുന്നത്. അപ്പൊ ദ ബിഗ്ഗസ്റ്റ് ഫീൽഡിംഗ് വാസ് സെറ്റ് ഇൻസൈഡ്. ഒരു സൈഡിൽ നിന്ന് ശിശുപാല് ബ്ലോക്ക് ചെയ്യാണ്, പിന്നെ രുക്മണിയുടെ ബ്രദർ ഒരു സൈഡിൽ നിന്ന് എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടും കൃഷ്ണ സിംഹത്തിനെ മാരി വന്നിട്ട് രുക്മണീനെ കൊണ്ടുപോയെന്നാണ് ഭാഗവതത്തിന്റെ ഉള്ളിൽ പറയുന്നത്. സോ ഫസ്റ്റ് തിങ് ഇസ് കൃഷ്ണ ഇസ് ദ ബിഗ്ഗസ്റ്റ് മാച്ച് മേക്കർ ഹിംസെൽഫ്. ഹി സെലക്ടിങ് ദ വൈഫ് വാട്ട് യു വാണ്ട്. പിന്നെ അതേമാതിരി നമ്മളെ പിള്ളേരുടെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ദ ചിൽഡ്രൻസ് ആർ ഗ്രോയിങ്, കൃഷ്ണ ഇസ് ദ ബിഗ്ഗസ്റ്റ് മാച്ച് മേക്കർ, ദാറ്റ് വേർഡ് വിച്ച് യു ടോൾഡ്. ഇഫ് ദേ ആർ, ഇതിന്റെ ഉള്ളിൽ വേറൊരു സംഗതിയും കൂടി നടന്നുണ്ട്. ഇഫ് യു സംബഡി വാണ്ട്സ് ടു ഷെയർ, കൃഷ്ണ ഇസ് ഗിവിങ്, കല്യാണത്തിന് പോയിട്ട് ഒരു മുനിയുടെ അടുത്ത് പറയണ, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇരിക്കണ മാതിരിയുള്ള പെണ്ണിനെ ഞാൻ നിനക്ക് കണ്ടുവച്ചിട്ടുണ്ട്. ആരാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കർദമുനി എടുത്താണോ? യെസ്, ബ്യൂട്ടിഫുൾ പ്രഭു. കർദമുനിയുടെ അടുത്ത് കൃഷ്ണ പോയിട്ട് പറയാണ്, നിന്റെ മനസ്സിന്റെ ഉള്ളിലിരിക്കുന്ന പെണ്ണിനെ മാറിയാണ് ഞാൻ നിനക്ക് കണ്ടുവച്ചിരിക്കുന്നത്. അതേമാതിരി അവളുടെ ക്യാരക്ടറും എല്ലാം, ഷീസ് ബ്യൂട്ടിഫുൾ, ഗുഡ് ലുക്കിംഗ്, ആൻഡ് ഷീസ് ഹാവിങ് എ വണ്ടർഫുൾ ക്യാരക്ടർ. യു ജസ്റ്റ് ഇമാജിൻ പ്രഭു, യു ജസ്റ്റ് ഇമാജിൻ the word what you are telling, matchmaker, and from there we will have a beautiful nectar of that. ഭാഗവതത്തിന്റെ ഉള്ളിൽ വർണ്ണിക്കുന്നത് കംപ്ലീറ്റ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടു പഠിക്കാനുള്ള കാര്യമാണ്. ഒരു മുനിയും ഇതെല്ലാം അവരെങ്ങനെയാണ് ജീവിച്ചിട്ടുള്ളത്. രാജകുടുംബത്തിന് കൊട്ടാരത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മാത, മറ്റേ ദേവൂതി മാതാജി എങ്ങനെയാണ് കർദമുനി ജീവിക്കുന്നത്, അത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പൊ അത് മാച്ച് മേക്കർ ആയിട്ടുള്ള വാക്കിന്റെ ഉള്ളിലാണ് ഇതെല്ലാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഉള്ളിൽ ശ്ലോക നമ്പർ 3.21.23 തൊട്ട് 28 വരെ ഇതിന്റെ ഉള്ളിലാണ് കൃഷ്ണ ഈ മാച്ച് മേക്കറിനെ പറ്റി പറയണം. പിന്നെ 3.22:10 നാരദ മുനിയുടെ ഇത് വന്നിട്ട് പറയാണ്, നിങ്ങൾ ഇത് പറഞ്ഞിട്ട് എന്റെ മൈൻഡ് ഞാൻ ഫിക്സ് ചെയ്തു. ഈ വാക്കുകളും ഭയങ്കര, താങ്ക് യു വെരി മച്ച് പ്രഭു. ആസ് യുവർ മാച്ച് മേക്കർ വേർഡ് റിയലി ഇംപ്രസ്ഡ് മീ ലൈക്ക് ആസ് എ ഫാദർ. ഇപ്പൊ നമ്മളെ പിള്ളേരുടെ അടുത്തെല്ലാം ഇത് കൃഷ്ണനെ പറ്റി ഇത് പറഞ്ഞു കൊടുക്കാം. കൃഷ്ണ ഇസ് ദ ട്രൂ മാച്ച് മേക്കർ, ജസ്റ്റ് ബി പേഷ്യൻസ് യുനോ. അല്ലാണ്ട് അവരെ സെലക്ഷൻ ചെയ്ത് കൊണ്ടുവരും, പിന്നെ വി ഹാവ് ടു സിറ്റ് ആൻഡ് ക്രൈ യുനോ until unless they don't be in Krishna's seva. Thank you very much once again Prabhu. Thank you very much. Wonderful Hare points. Krishna. Thank you for sharing the points. Thank you Hare Krishna. Hare Krishna. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം മാതാജി. യെസ് പ്രഭു, ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. വളരെ ഗംഭീരമായ മനോഹരമായ ക്ലാസ്സിന് നന്ദി പ്രഭു. പ്രഭുവിന്റെ ഈ മനോഹരമായ റിയലൈസേഷൻസ് നമുക്ക് ഇനിയും വേണം പ്രഭു. പ്രഭു ലോകത്ത് എവിടെ ഇരുന്നാലും ഈ സൂമിന്റെ സഹായത്തോടു കൂടി ഒന്നുകിൽ ഇന്ത്യൻ സമയം രാവിലെ 8 മുതൽ 9 മണി വരെ, അല്ല എങ്കിൽ ചൈതന്യ ചരിതാമൃതം വൈകുന്നേരം 5 മുതൽ 6 മണി വരെ, അതുമല്ല എങ്കിൽ രാത്രി 7 മുതൽ 8 മണി വരെ ഭഗവത്ഗീത. പ്രഭുവിന്റെ ടേണ് അവിടുത്തെ കാനഡയിലാണല്ലോ പ്രഭു താമസിക്കുന്നത്. അപ്പൊ അവിടുത്തെ സമയവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഏതാണോ സൂട്ട് ആവുന്നത് അതിൽ ഇടയ്ക്കിടയ്ക്ക് താങ്കൾ വന്ന് നമുക്ക് നല്ല ഈ റിയലൈസേഷൻസ് ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ദണ്ഡവത് പ്രണാം കർദമത് പ്രഭു. ദണ്ഡവത് പ്രണാം. ഞാൻ അബുദാബിയിലാണുള്ളത്. ഞാൻ നിങ്ങളെല്ലാം ഈ ലെക്ചർ കൊണ്ട് ഐ ആം പ്രിപ്പയറിംഗ് മൈസെൽഫ് ടു പ്രീച്ച് ഇൻ മലയാളം. കാരണം എനിക്കൊരു ഇൻസ്ട്രക്ഷൻ തന്നിട്ടുള്ളതാണ് നമ്മളെ സീനിയർ ഡിവോട്ടിയുടെ വക, ഇത് പ്രീച്ച് ചെയ്യണം. അപ്പൊ ഞാൻ ഈ മലയാളത്തിൽ ഈ വാക്കുകൾ, എൻ്റെ വൈഫും ഞാനും ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. ഒരേ ഹെവി വാക്കുകൾ
ഇങ്ങനെ വരുന്നത് നമുക്കത് ഐ കനോട്ട് ഈവൻ തിങ്ക് ഔട്ട് ഓഫ് മൈ മൈൻഡ് ടു യൂസ് ദിസ് ഓൾ വേർഡ്സ് യു നോ. ബട്ട് നമ്മൾ ഇത് പഠിച്ച് അറ്റ്ലീസ്റ്റ് ഐ എം ട്രൈങ് ടു ടോക്ക് വിത്ത് യു ഓൾ. ഞാൻ ബോംബെയിൽ ജനിച്ചു വളർന്നതാണ്. ഹിന്ദിയാണ് വീട്ടിൻ്റെ ഉള്ളിൽ ഞങ്ങൾ സംസാരിക്കണത്. ബട്ട് മലയാളിയായി. അപ്പൊ ഐ എം ട്രൈങ്. സോ ലെറ്റ് ഗീവ് മീ സം ടൈം ടു ജസ്റ്റ് ഈ ഫ്ലോയുടെ ഉള്ളിൽ ഒന്ന് വന്നുകൊണ്ടിരിക്കട്ടെ. പ്രഭുവിന്റെ പേരെന്താ പ്രഭു? ഇനിഷ്യേറ്റീവ് പേരെന്താണ് പ്രഭുവിന്റെ? രാധാ ദാമോദർ. രാധാ ദാമോദർ പ്രഭു. കേട്ടിട്ടുണ്ട്. ഓക്കെ പ്രഭു കേട്ടിട്ടല്ല, നമ്മളെല്ലാം കണ്ടിട്ടുണ്ട് പ്രഭു. ഞാൻ നിങ്ങളെല്ലാം നല്ലോണം നമ്മൾ വന്ന് ട്രിവാൻഡ്രത്തില് വന്ന് കണ്ടിട്ടുണ്ട് ഞാൻ അവിടെ എല്ലാം. ഓ ശരി. പ്രഭുവിന്റെ നമ്പർ ഒന്ന് ചാറ്റിൽ ഇടാമോ പ്ലീസ്? യെസ് യെസ് താങ്ക് യു പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു പരിപൂർണ പ്രഭു. താങ്ക് യു ദാമോദർ പ്രഭു. മനോഹരമായ Thank you so much, Paripurna Prabhu. Hare Krishna. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവവൃന്ദ കീ ജയ. ശ്രീല പ്രഭുപാദ ഗൗർ പ്രേമം. ഹരേ കൃഷ്ണ. Hare Krishna, Prabhu. Thank you so much, Prabhu. Hare Krishna. Hare Krishna. Pranam, Prabhu. Pranam. Hare Krishna.